നമ്മൾ ഈ പൊങ്കാല വരുന്നത് തിരുവനന്തപുരം നഗരത്തിൽ അറിയാൻ വളരെ വളരെ എളുപ്പമാണ്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ ഭാഗത്ത് കലങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും, ഇഷ്ടിക പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. അങ്ങനെ പൊങ്കാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഈ തെരുവുകളിൽ നിറയുമ്പോഴായിരിക്കും പൂർണ്ണമായി തിരുവനന്തപുരം നഗരം ഈ ഒരു പൊങ്കാലയുടെ അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞു ചേരുക. ഇനി എല്ലാ വഴികളും നേരത്തെ പറഞ്ഞതുപോലെ ആറ്റുകാലിലേക്കാണ്. ആറ്റുകാലിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളും അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളും ഉണ്ട് കൂടെ. ഇനി നമ്മൾ പോകുന്നത് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട മറ്റ് വാർത്തകളിലേക്കാണ്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. CPM സമ്മേളന പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് തുടക്കം. പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. 5 വർഷത്തെ നവകേരള വികസന രേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കും. വൻ നിക്ഷേപം ആകർഷിക്കാനുള്ള പദ്ധതികളുടെ നിർദ്ദേശം രേഖയിൽ. തുടർ ഭരണ പ്രതീക്ഷ പങ്കുവച്ച് ദേശാഭിമാനി മുഖപ്രസംഗം. ഉറ്റവരെ കൊന്നൊടുക്കിയ അഫാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. ലത്തീഫിന്റെയും ഭാര്യയുടെയും കൊലപാതകങ്ങളിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ രാപ്പകൽ സമരം 25ാം ദിവസം. സർക്കാർ വഴങ്ങും വരെ സമരം തുടരാൻ തീരുമാനം. കേന്ദ്ര അവഗണനയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആവർത്തിച്ച് സംസ്ഥാന സർക്കാർ. കേരളത്തിന് അധിക തുക നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രം. ഇന്നലെ കണ്ട മലപ്പുറത്തെ കടുവ കാഴ്ച സത്യമല്ല. വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച കരുവാരക്കുണ്ട് സ്വദേശി ജെറിൻ അറസ്റ്റിൽ. പഴയ ദൃശ്യം എഡിറ്റ് ചെയ്തതെന്ന് കുറ്റസമ്മതം. കണ്ണൂർ കരിക്കോട്ടക്കരിയിലെ കുട്ടിയാന ചെരിഞ്ഞതെങ്ങനെയെന്നതിൽ അന്വേഷണം. പന്നിപ്പടക്കം പൊട്ടി പരിക്കേറ്റിരുന്നെന്ന് വനം വകുപ്പ്. ആന ചെരിഞ്ഞത് മയക്കുവെടി വെച്ച് പിടികൂടിയതിന് പിന്നാലെ. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി വ്യാപനം തടയാൻ എറണാകുളം ജില്ലാ ഭരണകൂടം ബോധവൽക്കരണം ഊർജിതമാക്കുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ്. തൊടുപുഴയിൽ ലഹരി സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ യുവാവിന് പരിക്ക്. ലഹരി വ്യാപനത്തിനെതിരെ ന്യൂസ് 18 ക്യാമ്പയിൻ. ജീവിതമാണ് ലഹരി. പ്രധാനമന്ത്രി ഇന്ന് ഉത്തരാഖണ്ഡിൽ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗംഗാനദിയിൽ പ്രത്യേക പൂജകളിലും പങ്കെടുക്കും. ഹമാസിന് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. ബന്ദികളെ ഉടൻ മോചിപ്പിക്കണം. പാലിച്ചില്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കും. സമ്മേളന ചുവപ്പിൽ കൊല്ലം. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്നലെ ഔപചാരികമായി തുടക്കമാണെങ്കിലും ഇന്ന് ഔദ്യോഗികമായുള്ള സമ്മേളന നടപടികൾ ഇന്നാണ് ആരംഭിക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഇന്ന് PB അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. സമ്മേളന നഗരിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പതാക ഉയർത്തും. നടപടികൾ നിയന്ത്രിക്കുന്ന പ്രസീഡിയത്തിന്റെ അധ്യക്ഷനും AK ബാലനാണ്. ഉദ്ഘാടന സെഷന് ശേഷം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, CPMനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനിയുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിനിധി സമ്മേളനമാണ്. എങ്ങനെയൊക്കെയാണ് പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായുള്ള മറ്റു കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? ഇന്നിപ്പോൾ ദേശാഭിമാനിയിൽ മുഖപ്രസംഗത്തിൽ ഒരു തുടർ ഭരണത്തിന്റെ പ്രതീക്ഷയാണ് CPM പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും തുടർഭരണ പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനുണ്ട്, S രാമേന്ദ്രൻപിള്ള മുതിർന്ന നേതാവുണ്ട്, മന്ത്രി ഡോക്ടർ R ബിന്ദു ഉണ്ട്. എല്ലാവരും ഈ കൊല്ലത്ത് പ്രഭാത സവാരിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പ്രതികരണം വിജയസഖാവൊക്കെ ഒരു നമ്മളിങ്ങനെ ഒരുമിച്ച് കിട്ടുന്ന വളരെ അപൂർവമാണ് രണ്ടുപേരും. ഈ സമ്മേളനമായിട്ടാണ് ഈ അവസരത്തിലേക്ക് ശരിക്കും നമ്മൾ ഈ സാധാരണ CPM സമ്മേളനങ്ങളിലൊക്കെ ഏറ്റവും ഈ പ്രത്യയശാസ്ത്ര വിഷയങ്ങൾ അല്ലെങ്കിൽ സംഘടനാ വിഷയങ്ങളൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു പോകുന്നു. മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് അങ്ങനെയായിരിക്കും വരുന്നത്. പക്ഷെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കൂടുതലുള്ളതും വികസനമാണ്. വികസനം ഒരു പുതിയ മന്ത്രമാക്കി CPM മാറ്റുകയാണ്. അല്ല, അത് ഒരു എല്ലാ കാലത്തും CPM
കേരളത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ വികസന കാഴ്ചപ്പാടുള്ളൊരു പാർട്ടിയാണ്. എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ അത് സംബന്ധിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ അധികാരത്തിലിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷകളുണ്ടാവും. അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ മാറുന്നൊരു ലോകക്രമമാണ്. ലോകത്തിലേക്ക് വ്യാപിച്ചൊരു മലയാളിയാണ്. അപ്പോൾ ആ മലയാളിക്ക് ഇന്നത്തെ ഈ പുതിയ കാലത്തിന് അനുയോജ്യമായ രൂപത്തിലുള്ള വിപുലീകരണം ആവശ്യമുണ്ട്. ആ വിപുലീകരണ സാധ്യതകൾ മലയാളിയുടെ മുന്നിൽ തുറന്നു വയ്ക്കാനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനുണ്ട്. ഇടതുപക്ഷം ജനങ്ങൾ ഇടതുപക്ഷത്തിൽ അർപ്പിച്ച വിശ്വാസത്തോട് പൂർണ്ണമായി നീതി പുലർത്തുന്ന തരത്തിലുള്ള വികസന കാഴ്ചപ്പാട് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുകയാണ്. തെറ്റായ രൂപത്തിലുള്ള ഒരു പ്രചരണം ഇടതുപക്ഷത്തിനെതിരായിട്ടുണ്ടായിരുന്നു. അത് ഇടതുപക്ഷം വികസനത്തിനെതിരാണ്. അതല്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഈ തുടർഭരണം ഉറപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും അടുത്ത 5 വർഷം എങ്ങനെയാകണമെന്ന് കൂടി ചർച്ച ചെയ്യുന്നത്. അല്ല, നമ്മള് ഈ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തുടർച്ച ഇഷ്ടപ്പെടുന്നുണ്ട്. അവരാഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജനങ്ങളുടെ പ്രതീക്ഷയോളം വളരാനുള്ള പരിശ്രമം നടത്താനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കും ഗവൺമെന്റിനും ഉണ്ട്. എളുപ്പത്തിൽ അവിടേക്ക് എത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം 3ാമതും ഭരണമെന്നൊക്കെ കേരളത്തിൽ ചരിത്രത്തിലില്ലാത്തതാണ്. നേരത്തെ ഇപ്പോൾ ഉള്ളതും അങ്ങനെയാണ്. എന്നെങ്കിൽ പോലും ചരിത്രം നമ്മൾ പുതുതായി സൃഷ്ടിക്കുന്ന ഒന്നാണ് എല്ലായ്പ്പോഴും. അതിന്റെ ഭംഗിയും പുതിയ പുതിയ ചരിത്ര നിർമ്മിതികളിലേക്ക് മനുഷ്യൻ പോകുന്നതാണ്. ആ ചരിത്ര നിർമ്മിതികൾ എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ പുരോഗതിയുടെ ഭാഗമായിട്ട് ചരിത്രത്തെ പ്രതിലോമവൽക്കരിക്കാനും ശ്രമിക്കാം നമുക്ക്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഇന്നത്തെ കേരളത്തിന്റെ ഒരു ആവശ്യമാണ് ഇടതുപക്ഷം അധികാരത്തിൽ തുടരുക എന്നുള്ളത്. വലിയ തോതിൽ വലതുപക്ഷവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ നാടിനെ പിന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പുരോഗമന വീക്ഷണത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് കാണുകയും നാടിന്റെ പൊതുപുരോഗതിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും അടുത്ത തലമുറയ്ക്ക് ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത ഇടതുപക്ഷം നിർവഹിക്കുന്നത് ജനങ്ങൾ അതിനോട് നല്ല നിലയിൽ തന്നെ പ്രതികരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതുതന്നെയാണ് തുടർഭരണം പ്രതീക്ഷ തന്നെയാണ്, വിശ്വാസം തന്നെയാണ് CPM. ഇപ്പോൾ നമ്മോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ആദ്യം പൊളിറ്റ് ബ്യൂറോ അംഗത്തിലേക്ക് പോയെന്ന് മാത്രമേ ഉള്ളൂ. ടീച്ചർ ഈ കഴിഞ്ഞ തിരുവനന്തപുരം സമ്മേളനമാണ് ഒരു വികസന രേഖ CPM കൊണ്ടുവരുന്നത്. അവിടെയാണ് ഈ സ്വകാര്യ സർവകലാശാല ഉൾപ്പെടെയുള്ള വലിയ നയമാറ്റങ്ങൾ കൊണ്ടുവന്നത്. അതിന് തുടർച്ചയാകും ഇപ്പോഴും ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും അതിന്റെ തുടർച്ചയാണല്ലോ. സ്വാഭാവികമായിട്ടും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്നുള്ളതാണ് CPIMന്റെ കാഴ്ചപ്പാട്. യഥാർത്ഥത്തിൽ ഐക്യകേരള പിറവിക്ക് ശേഷമുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉയർത്തിപ്പിടിച്ച ആ കാഴ്ചപ്പാടിന്റെ തുടർച്ച തന്നെയാണ് പിന്നീട് വന്ന എല്ലാ LDF ഗവൺമെന്റുകളും അനുവർത്തിച്ചിട്ടുള്ളത്. അതിനനുസൃതമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പരിപാടികളും കേരള സംസ്ഥാനത്തിന്റെ സർവതല സ്പർശിയായ വികസനവും ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഇതിനകം ഏറ്റെടുത്തിട്ടുള്ള എല്ലാ ദൌത്യങ്ങളും പൂർത്തീകരിച്ച് മുന്നേറുകയാണ് എന്നുള്ളത് വളരെയധികം ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള കാര്യമാണ്. ഈ സ്വകാര്യ സർവകലാശാലയിൽ ഇപ്പോഴും സംശയങ്ങൾ തീരുന്നില്ല. SFIക്ക് പോലും ചില സംശയങ്ങളുണ്ട്. അവർ പറയുകയും ചെയ്യുന്നുണ്ട്. AYF ഒക്കെ പ്രത്യക്ഷ സമരത്തിലുമാണ്, ASFും എല്ലാം. ആ സംശയങ്ങളൊക്കെ മാറ്റാൻ കഴിയുമോ സർക്കാരിന്? തീർച്ചയായും ഒരു പുതിയ സംവിധാനം വരുമ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ആശങ്കകളും ഉത്കണ്ഠകളും ഒക്കെ ഉണ്ടാവും. അവരോട് കാര്യകാരണ സഹിതം അത് വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ സംവിധാനത്തിലേക്ക് പോകാൻ കഴിയുക. അതിനുള്ള ധാരാളം പ്ലാറ്റ്ഫോമുകൾ ഇതിനകം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി ഉണ്ടാക്കും. ഇപ്പോൾ ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇനി അതിന്റെ ഫൈനലായ ചർച്ചയും മറ്റും നടക്കുന്നതിനിടയ്ക്ക് തന്നെ അത്തരം ആശയവിനിമയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. യാതൊരു വിധത്തിലും ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നിയമനിർമ്മാണമാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് വിശ്വാസം. ഈ തൊഴിലാളി സമരങ്ങളുടെയും പരമ്പരാഗത തൊഴിൽ മേഖലകളുടെയൊക്കെ നാടാണ് കൊല്ലം. ഇവിടെ ഇങ്ങനൊരു സമ്മേളനം നടക്കുമ്പോൾ ആശാ വർക്കർമാർ വളരെ സമൂഹത്തിൽ വളരെ താഴത്തിൽ പ്രവർത്തിക്കുന്ന, എന്നാൽ സർക്കാർ അത്രയധികം ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു വിഭാഗം വലിയ സമരത്തിലാണ്. ആ സമരത്തോട് സർക്കാരും CPM എടുക്കുന്ന സമീപനം ശരിയല്ല എന്ന് വലിയ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. ആ സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിനകം തന്നെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. സൂസി എന്ന് പറയുന്ന സംഘടനയാണ് ഒരു വിഭാഗം ആശാപ്രവർത്തകരെ. പണ്ട് LDFന്റെ ഇടതുമുണ്ട ഭാഗമായിരുന്നില്ലേ ബംഗാളിലൊക്കെ?
അല്ല സംഘടനക്കെതിരാണ്. ഇടതുപക്ഷ അധികാരത്തിലിരുന്ന എല്ലാ കാലത്തും ഒരു ഇടതുപക്ഷത്തിനെതിരായിരുന്നു. ഇടതുപക്ഷ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവകാശം ആർക്കും ഇടതുപക്ഷം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വലതുപക്ഷത്തെ സഹായിക്കുക എന്ന അവരെക്കാലത്തും എടുത്തിട്ടുള്ള അതേ നിലപാടാണ് അവർ ഈ സമരത്തിൽ എടുത്തിട്ടുള്ളത്. അവിടെ കേന്ദ്രമന്ത്രി സന്ദർശിച്ച വേളയിൽ അദ്ദേഹത്തോട് യാതൊരുവിധ ആവശ്യങ്ങളും ഉന്നയിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവർ ആശമാരായിട്ട് മാറുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് ഓണറേറിയം മതി, ശമ്പളം വേണ്ട, വേതനം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റാ. കേന്ദ്ര ഗവൺമെന്റ് ഫിക്സ് ചെയ്തതിനേക്കാൾ കൂടുതലാണല്ലോ കേരളം നൽകുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പരിശ്രമം ഈ ദിശയിലുണ്ടാവണമെന്ന് അവര് ആവശ്യം ഉന്നയിക്കുന്നില്ല. അത് തന്നെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം സുവ്യക്തമായ നിലയിൽ പറയുന്നുണ്ട്. പാവങ്ങൾക്ക് ആനുകൂല്യം കിട്ടുക എന്നുള്ളതിലോ സമരക്കാരുന്നയിച്ചിരിക്കുന്ന ഈ വിഷയങ്ങൾ എന്നത് ഒരു സാമൂഹ്യ വിഷയം അല്ല എന്നൊന്നും ആരും പറയില്ല. പക്ഷെ പ്രശ്നം എവിടെ വെച്ചാല് നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്യണം എന്ന് വാശി പിടിക്കുമ്പോൾ അത് ഒരു എന്താ പറയാ, സമരങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ന്യായീകരണം എല്ലാ സമരത്തിലും ഉണ്ട്. അത് പിന്നെ ശരിക്കു വേണ്ടിയാണെങ്കിലും തെറ്റായ രൂപത്തിൽ സമരം ചെയ്യാം. ഇപ്പോ കൊല്ലത്തുനിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നതിന് പകരം ബസ് മാറിയിട്ട് കൊല്ലത്തിന് തിരുവനന്തപുരത്തേക്ക് ഒരിക്കലും കോഴിക്കോട്ട് എത്തില്ല. അതൊരു വസ്തുതയാണ്. പക്ഷെ ഇതില് ഈ നമ്മൾ വേതനം കൊടുക്കുന്ന കണക്കിലൊക്കെ വലിയ തർക്കം വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും മികച്ച വേതനം കൊടുക്കുന്നുവെന്ന് മന്ത്രി അടക്കം സഭയിലുമൊക്കെ അവകാശപ്പെടുമ്പോൾ സിക്കിം 10,000 രൂപ 2022 നൽകുന്നുണ്ട്. സിക്കിമിൽ എത്ര ആശാവർക്കറുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അതൊരു സ്റ്റേറ്റ് 5 ലക്ഷം ആളുള്ള സിക്കിമിലെ കണക്ക് വെച്ചിട്ട് പിന്നെ കേരളത്തിൽ 10,000 സിക്കിമിലെ ജനസംഖ്യന്റെ അടുത്ത് ഇവിടെ ആശയുണ്ടോ ചെറുപ്പം അല്ല, ആ നിലയിലല്ല ഞാൻ പറഞ്ഞു. പക്ഷെ അത് താർക്കികമാണ് ചോദ്യം. അത് നമ്മള് പിന്നെ ആരാണ് കൂടുതൽ എന്നല്ല ഇവിടെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഈ വിഷയത്തിന്റെ പരിഹാരം കാണേണ്ടത് ആരാണെന്നുള്ളതാണ്. ആ പരിഹാരം ഇതൊരു കേന്ദ്രാവിഷ്കൃത പരിധിയാണ്. NHM എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാര് നമ്മൾ കേരളത്തിലെ ഗവൺമെന്റ് ശമ്പളം NHM ഡോക്ടർ കിട്ടും 50,000 രൂപയിൽ കിട്ടും. അപ്പൊ അതിലാ വ്യത്യാസമുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിലോ സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല. ആ നിലയിൽ നമ്മൾ അതിനെ കണ്ടുപോകുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അതിനെ ഗണിച്ചിട്ടുണ്ടല്ലോ. തന്നെയല്ല, ആശമാർക്കും സ്കീം വർക്കേഴ്സിനൊക്കെ വേതന വർധനവ് സംബന്ധിച്ച വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതും നേടിയെടുത്തിട്ടുള്ളതും ഒക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളിലൂടെ തന്നെയാണ്. അത് അവർക്ക് നിഷേധിക്കാനൊന്നും സാധിക്കില്ല. ഇപ്പോ കേന്ദ്രമന്ത്രി വരുമ്പോ പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുക കേരള ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്താന്ന് പറയുമ്പോ തന്നെ വളരെ വ്യക്തമാണ് ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം. കുടയും കോട്ടും ഒക്കെ കൊടുക്കാൻ വന്ന ആളാണ്. അതല്ലല്ലോ ചെയ്യേണ്ടത്. പക്ഷെ അദ്ദേഹം അങ്ങനെ വന്നതിനെ ഒരു സീറ്റ് നേതാവ് വളരെ മോശം ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധപ്പെട്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ പരാമർശിക്കാനില്ല. അത് പറഞ്ഞവരൊക്കെ പരിശോധിക്കട്ടെ. പക്ഷേ സമരത്തിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട് എന്ന് വെളിവാക്കുന്ന ഒരു പല അനുഭവങ്ങളും നമുക്ക് വ്യക്തമാവുകയാണ്. ഏതായാലും മുഖ്യമന്ത്രി ഒരു വികസന രേഖ വെക്കുകയാണ്. കേരളം എങ്ങനെ അടുത്ത 5 വർഷത്തേക്ക് മുന്നോട്ട് പോകണം. അതിൽ ഒരുപാട് പ്രതീക്ഷകൾ വിദ്യാഭ്യാസ രംഗത്തും സ്വാഭാവികമായി ഉണ്ടാകും, ഇല്ലേ? ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെയധികം പ്രയോറിറ്റി നൽകുന്ന സമീപനമാണ് ഇപ്പൊ സർക്കാരിനുള്ളത്. കാരണം കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ യുവജനതയ്ക്കാണ് ആ രീതിയിലുള്ള അപ്ഡേഷൻ വേണ്ടത്. അവർക്ക് വേണ്ടി എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കണമെന്നും ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ കേരളത്തിൽ സൃഷ്ടിച്ചു കൊടുക്കണമെന്നുമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിരന്തരം ആവശ്യപ്പെടുന്നത്. അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഇതര വകുപ്പുകളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. സ്റ്റുഡന്റ് മൈഗ്രേഷനും യൂത്ത് മൈഗ്രേഷനും ഒക്കെ കുറയ്ക്കാൻ നമ്മൾ ഇവിടെ തന്നെ പശ്ചാത്തല സൗകര്യം കൊടുക്കാൻ അങ്ങനെ ഒരു നിർദ്ദേശം കൂടി ഉണ്ടാവും കരുതുന്നുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ ഈ കഴിഞ്ഞ 4 വർഷങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ളത്. സ്റ്റുഡന്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോബലായ പ്രതിഭാസമാണ്. ഗ്ലോബലൈസേഷന്റെ കാലത്ത് ഈ അതിർത്തി രേഖകൾ മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും വേറെ രാജ്യങ്ങളിലേക്ക് തൊഴിലന്വേഷിച്ചും വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ തേടിയും മൈഗ്രേഷൻ ഉണ്ടാവും. അതിനെ നമുക്ക് തടഞ്ഞു നിർത്തുന്നതിൽ പരിമിതിയുണ്ട്. പക്ഷെ പരമാവധി മികച്ച പഠന സാഹചര്യങ്ങൾ കേരളത്തിൽ ഉറപ്പുകൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ ഇവിടെ നിൽക്കാൻ പ്രേരിപ്പിക്കുകയും
സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളെ വിദേശത്തു നിന്നുള്ള ഉൾപ്പെടെ ഇങ്ങോട്ട് ആകർഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നമ്മൾ വലിയ പ്രതീക്ഷയിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ. നവകേരള വികസന രേഖയിൽ എന്തൊക്കെയായിരിക്കും ഇടം പിടിക്കുക, ഏതൊക്കെ മേഖലകളെയായിരിക്കും CPM കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നതാണ് അറിയേണ്ടത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും അരുണുമായി വളരെ വിശദമായി തന്നെ സംസാരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഈ രാവിലത്തെ പ്രഭാത നടത്തത്തിൻ്റെ സമയത്താണ് ഇവരെയൊക്കെ പലപ്പോഴും നമുക്ക് കിട്ടുക, ഒന്ന് സംസാരിക്കാൻ പറ്റുക. എന്തായാലും അവരെ രണ്ടുപേരെയും വളരെ ചുരുക്കമായിട്ടാണ് ദമ്പതികളായി അവരെ കാണാറുള്ളൂ. അങ്ങനെ ഇന്നത്തെ ദിവസം രാവിലെ അവരെ കണ്ടുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതേസമയം വളരെ ഗൗരവമേറിയ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ നവകേരള വികസന രേഖ CPM സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുമ്പോൾ അടുത്ത 5 വർഷത്തെ കേരള വികസനം ഏത് ദിശയിൽ വേണമെന്ന പാർട്ടിയുടെ കാഴ്ചപ്പാടാവും വ്യക്തമാവുക. IT, ടൂറിസം മേഖലകളിൽ വൻതോതിൽ വ്യവസായ നിക്ഷേപം ആകർഷിക്കുന്ന പദ്ധതികൾ രേഖയിലുണ്ടാവും. ഭരണ തുടർച്ച പ്രതീക്ഷ പങ്കുവച്ച മുഖ്യമന്ത്രി വികസന പ്രവർത്തനങ്ങൾ തുടരാനുള്ള അവസരം വീണ്ടും ലഭിക്കുമെന്നും അക്കാര്യത്തിൽ വിശ്വാസമുണ്ടെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഒരു 2ാം തവണ തന്നെ ചരിത്രമാണ്, പക്ഷെ അതിനും അപ്പുറത്തേക്ക് 3ാം തവണയും അധികാരത്തിലെത്താൻ കഴിയും. അതിനുവേണ്ടിയുള്ള ഒരു നവകേരള വികസന രേഖ, അതായത് തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരും, പക്ഷെ 5 വർഷത്തേക്കുള്ള വികസന രേഖയാണ് വരുന്നത്. അത്ര ആത്മവിശ്വാസത്തോടെ CPM മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ പല നയവ്യതിയാനങ്ങളുമുണ്ട്. അതിൽ വൻതോതിൽ പുറത്തുനിന്നുള്ള നിക്ഷേപം, വ്യവസായ നിക്ഷേപം ഒക്കെ അടക്കം ഇത്രകാലം പറഞ്ഞുകൊണ്ടിരുന്നതല്ലാത്ത കുറേ കാര്യങ്ങളിലേക്ക് കൂടി CPM കടക്കുന്നുണ്ട്. എത്രമാത്രം ആത്മവിശ്വാസം മുഖ്യമന്ത്രി ലേഖനത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്? ശ്രീജ, നമുക്കറിയാം കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിലാണ് ഇത്തരമൊരു രേഖ CPM സമ്മേളനങ്ങളിലെ സാധാരണ സംഘടനാ പ്രവർത്തന റിപ്പോർട്ട്, രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്റെ രേഖകൾക്കപ്പുറത്തേക്ക് ഒരു രേഖ CPM പ്ലേസ് ചെയ്ത് കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ. അവിടെയാണ് നമ്മളിപ്പോൾ വലിയ ചർച്ചയാകുന്ന ഈ സ്വകാര്യ സർവകലാശാല ഉൾപ്പെടെയുള്ള CPMന്റെ കൃത്യമായ നയവ്യതിയാനങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതിന് രാഷ്ട്രീയ അനുമതി CPM നൽകിയത്. അതിന്റെ തുടർച്ച തന്നെ ഈ രേഖയിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഇടത് വഴിയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇടത് മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ വികസനം, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ മാതൃകയുള്ള വികസനം, ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ രേഖയിലും ഉണ്ടാകും. ഇന്ന് മുഖ്യമന്ത്രി രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രേഖ അവതരിപ്പിക്കും. CPM സംസ്ഥാന സമിതി നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനാണ് ഇത് അവതരിപ്പിക്കാൻ അനുമതി നൽകിയത്. അതുകൊണ്ട് തന്നെ അത് ഇന്ന് ഈ ഇതിൽ വരും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് കഴിഞ്ഞ രേഖയിലെ പ്രഖ്യാപനങ്ങളുടെ തുടർച്ചയുണ്ടാകും. കേരള വികസനത്തിന് വലിയ കുതിപ്പ് നൽകുന്ന പ്രഖ്യാപനങ്ങളാകും ഈ രേഖയുടെ ഭാഗമായി ഉണ്ടാവുക. വൻതോതിൽ നിക്ഷേപം ആകർഷിക്കും. അത് IT, കേരളത്തിന്റെ ശക്തിയായി സർക്കാർ കാണുന്ന IT, ടൂറിസം മേഖലകളിൽ വലിയ രീതിയിലുള്ള നിക്ഷേപമാണ് സർക്കാർ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. ആഗോള നിക്ഷേപ ഭീമന്മാർ ഉൾപ്പെടെ ഈ കേരളത്തിലേക്ക് എത്തിക്കും. അപ്പോഴാണ് നമ്മൾ സ്വാഭാവികമായും CPM ഈ വ്യാവസായിക രംഗത്തെ പ്രമുഖരെ കുത്തകകളെന്ന് വിളിച്ച് കളിയാക്കുന്ന ആളുകളെ കൊണ്ടുവരുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് നിരക്കുന്നതാണെന്ന് ചോദ്യം വരുന്നത്. അവിടെയാണ് ഈ രേഖയിൽ വളരെ വ്യക്തമായി സർക്കാർ നിർദ്ദേശിക്കാൻ പോകുന്നത്, CPM നിർദ്ദേശിക്കാൻ പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളുടെ വികസനവും ക്ഷേമവും കൂടി ഉറപ്പാക്കിക്കൊണ്ടുള്ള വികസന മാതൃകകളാകും സൃഷ്ടിക്കുക. തൊഴിൽ സൃഷ്ടിക്കലാണ് ആകും ഈ രേഖയുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ്. നേരത്തെ മന്ത്രി ആർ ബിന്ദുവിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി മൈഗ്രേഷനുണ്ട്, വിദ്യാർത്ഥി കുടിയേറ്റമുണ്ട്, യുവാക്കളുടെ കുടിയേറ്റമുണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക്. അത് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയായി സംസ്ഥാനം കാണുന്നു. പലരും അവിടെ കബളിപ്പിക്കപ്പെടുന്നത് മാത്രമല്ല, സംസ്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട വിഭവശേഷി, യുവാക്കളുടെ ബുദ്ധിയും അവരുടെ സമയവും ഒക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി മാറിപ്പോകുന്നു. അത് ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ട ശ്രമങ്ങൾ സർക്കാർ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ച ഈ രേഖയിലും ഉണ്ടാകും. അവർക്ക് എന്താണോ വിദേശ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്തായാലും തൊഴിൽ മേഖലയായാലും ലഭിക്കുന്നത്, അത് കേരളത്തിൽ തന്നെ ലഭ്യമാക്കാനുള്ള ശുപാർശകൾ, നിർദ്ദേശങ്ങൾ ഈ രേഖയുടെ ഭാഗമായി ഉണ്ടാകും. വയോജനങ്ങളെ പരിഗണിക്കും ഈ രേഖ. വയോജന സൗഹൃദ സംസ്ഥാനമായി കേരളത്തിൽ നിലനിർത്താൻ ശ്രമങ്ങളുണ്ടാകും. കുട്ടികൾ സംസ്ഥാനത്തിന്റെ സ്വത്താണ്, അവരെ സംസ്ഥാനം സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ആശയം ഈ രേഖയുടെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. സുസ്ഥിര വികസന മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ട് നടപ്പാക്കണം. അതായത് പ്രകൃതി വികസനം വരുമ്പോൾ സ്വാഭാവികം പ്രകൃതിക്ക് എന്ത് സംഭവിക്കുന്ന ചോദ്യങ്ങൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് ഈ പ്രകൃതിയെ കൂടി പരിഗണന എടുത്തുകൊണ്ട് പ്രകൃതി നാശം ഉണ്ടാക്കാത്ത വികസന പദ്ധതികളിലേക്ക് കടക്കണം. അതാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന തരത്തിലുള്ള വികസന വഴികളാണ് CPM തേടുന്നത്. അത്തരം കാര്യങ്ങളാകും മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ഈ രേഖയിൽ ഉണ്ടാവുക.
മറ്റന്നാൾ ഈ രേഖയിൽ ഒരു ദിവസം മുഴുവൻ നീളുന്ന ചർച്ച CPM നടത്തും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സമ്മേളനം പോലുള്ള ഈ സംഘടനാ വേദികളിൽ സംഘടനാ പ്രശ്നങ്ങളാണ്, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഏറെ സമയം ചർച്ച ചെയ്യുക. പക്ഷേ എറണാകുളത്ത് CPM ഒരു ടേൺ എടുക്കുകയായിരുന്നു, കൃത്യമായ ഒരു മാറ്റം വരുത്തുകയായിരുന്നു. സംഘടനയ്ക്കൊപ്പം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ്, തുടർഭരണം പ്രതീക്ഷിക്കുന്ന പാർട്ടിയാണ്, ഒരുപക്ഷെ തുടർച്ചയായി ഭരണം പ്രതീക്ഷിക്കുന്ന പാർട്ടി. അതുകൊണ്ട് തന്നെ വികസനം കൂടി മുന്നോട്ട് കൊണ്ടുപോകണം, അതിനുവേണ്ട വഴികൾ കൂടി ചർച്ചയാകണം. അത് ഏതെങ്കിലും രേഖ അവതരിപ്പിച്ച് പോവുകയല്ല, അവിടെ കൃത്യമായി CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് സംസ്ഥാന സമ്മേളനം. അവിടെ തന്നെ ഇക്കാര്യങ്ങൾ ചർച്ചയാകണം. നയവ്യതിയാനങ്ങളുണ്ടെങ്കിൽ അതിന് കൃത്യമായ സ്പഷ്ടീകരണം വരുത്തണം, സംശയങ്ങൾക്ക് കൃത്യമായ സംശയ ദൂരീകരണം നടത്തണം. അത്തരം കാര്യങ്ങൾ ഈ വേദി CPM ഉപയോഗിക്കുകയാണ്. എറണാകുളത്ത് ഒരു ദിവസം ആ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയുടെ ചർച്ചയ്ക്ക് മാറ്റിവെച്ചതു. ഇവിടെയും സമാനമായി അത്തരം ചർച്ചകളുണ്ടാകും. ആ രേഖയുടെ അടിസ്ഥാനത്തിലാകും ഇനിയുള്ള ഈ സർക്കാരിന്റെ ബാക്കി കാലവും അടുത്ത വരാനിരിക്കുന്ന സർക്കാർ ഇടത് സർക്കാരാണെങ്കിൽ അത് മുന്നോട്ട് പോകുന്നത്. അവിടെ നമ്മളാണെങ്കിൽ പറയുമ്പോൾ CPM അങ്ങനെയല്ല പറയുന്നത്. സർക്കാർ ഉറപ്പ് എന്ന ഒരു ആത്മവിശ്വാസമാണ് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഇന്നലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അതേ വികാരം പങ്കുവച്ചു. MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ഉറപ്പ് എന്നൊരു വിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ന് മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ വളരെ വ്യക്തമായി ആ ഒരു വികസന തുടർച്ചയ്ക്കുള്ള അവസരം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുമെന്ന ആത്മവിശ്വാസം മുഖ്യമന്ത്രിയും പ്രകടിപ്പിക്കുന്നു. അവിടെ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. വികസനത്തിൽ കേരള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലൊക്കെ ഒന്നാം സ്ഥാനത്തൊക്കെയാണ് കേരളം എന്ന് പറയുമ്പോൾ അതിനെ ചില പ്രതിപക്ഷ ചിലർക്ക് അംഗീകരിക്കാനാകുന്ന വിമർശനം, രാഷ്ട്രീയ വിമർശനം മുഖ്യമന്ത്രി നടത്തുമ്പോഴും വികസന തുടർച്ചയ്ക്ക്, ഭരണ തുടർച്ചയ്ക്ക് കേരളം കൈകൊടുക്കുമെന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് CPM പൊതുവിൽ ഉയർത്തുന്നത്. ഈ സമ്മേളനം പോലും എങ്ങനെയാകണം ഭരണ തുടർച്ച ഉണ്ടാകേണ്ടത്, അതിന് വികസനം എത്രത്തോളം പ്രധാനമാണ്, വികസനത്തെ ഒരു മന്ത്രമാക്കി CPM മാറ്റുകയാണ്. വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് നിന്ന് എറണാകുളത്ത് CPM എടുത്ത ടേൺ ഒരു U-ടേൺ ആയിരുന്നു. പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾക്കപ്പുറത്ത് വികസനവും കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ കൊല്ലം സമ്മേളനത്തിലേക്ക് വരുമ്പോൾ വികസനം എന്നൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPMന്റെ സമ്മേളനം നീങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഈ വികസനത്തെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. ഇത് CPMൽ കഴിഞ്ഞ സമ്മേളനം തൊട്ടാണ് നമ്മൾ കണ്ടു തുടങ്ങിയത്. അതേസമയം ഇപ്പോഴത്തെ ആർക്ക് മദ്യപിക്കാം, ആര് മദ്യപിക്കരുത് എന്ന രീതിയിലൊക്കെ ചർച്ചകൾ നടക്കുന്നു. അതാണ് പ്രധാനമായും സമ്മേളനത്തിന് മുന്നോടിയായി ചർച്ച ചെയ്യപ്പെട്ടത് എന്ന വിമർശനങ്ങളൊക്കെ ഉയരുമ്പോൾ പോലും ഇന്ന് നവകേരള വികസന രേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് CPM പോകാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ, കേരളത്തിന്റെ ഭാവിയുടെ കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും പാർട്ടി എന്നതിന്റെ വ്യക്തമായ സൂചനകൾ ആ രേഖയിൽ ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാവും. മുഖ്യമന്ത്രി ഈ രേഖ അവതരിപ്പിക്കും. ശനിയാഴ്ച ഇതിന്മേൽ ചർച്ചയും നടക്കും. PV അരുണാണ് വിശദമായ വിവരങ്ങൾ കൊല്ലത്ത് നിന്ന് നൽകിയത്. കൊല്ലത്ത് നിന്നുള്ള അപ്പോഴുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് പിന്നീട് മടങ്ങിയെത്താം. ഇന്നലെ നമ്മളൊക്കെ കൗതുകം കൊണ്ട ഒരു വാർത്തയായിരുന്നു. മലപ്പുറം കരുവാരക്കുണ്ടിൽ ഒരാൾ കടുവയെ കണ്ടു. അപ്പോൾ കടുവ ആക്രമിച്ചൊന്നുമില്ല, അതുകൊണ്ട് നിർത്തി ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴേ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിയിരുന്നു. പക്ഷെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ ചിത്രങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തു. പക്ഷേ ആ കള്ളപ്രചരണമായിരുന്നു അതെന്ന് ഇന്നലെ വൈകിട്ടോടെ വ്യക്തമായി. അങ്ങനെ കള്ളപ്രചാരണം നടത്തുന്നവരുടെയൊക്കെ ഒരു ശ്രദ്ധയ്ക്കാണ് അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലാണ്. വനം വകുപ്പിന്റെ പരാതിയിലാണ് കരുവാരക്കുണ്ട് സ്വദേശി ജെറിൻ അറസ്റ്റിലായത്. കള്ളം പറഞ്ഞതാണെന്ന് ഇന്നലെ ജെറിൻ വനം വകുപ്പിനോട് സമ്മതിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഈ ആദ്യം തന്നെ ഈ വാർത്ത വന്ന സമയത്ത് തമാശ മട്ടിൽ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, കടുവ കണ്ടു, കടുവ ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നു എന്ന് പറയുന്നു എന്ന ഒരു കൗതുകം ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അപ്പം തന്നെ നമ്മളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വെറുതെ ഒരു കൗതുകം പടർത്തുകയൊന്നും അല്ല ചെയ്തത്. ആ വീഡിയോ, കുറ്റസമ്മത വീഡിയോ ആണ് ഏറ്റവും രസം. ഞാൻ വെറുതെ അങ്ങ് എഡിറ്റ് ചെയ്തു, ഞാൻ സ്റ്റാറ്റസ് ഇട്ടു, ആളുകളൊക്കെ എടുത്തു എന്ന് ചോദിക്കുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ, മാധ്യമങ്ങൾക്ക് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് ഈ തരത്തിൽ തമാശയായി കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അല്ലേ? ശ്രീജ, ഗുഡ് മോർണിംഗ്. സത്യത്തിൽ ഇന്നലെ നമ്മളൊരു തെറ്റായ ഒരു ദൃശ്യം അത് വിശ്വസിച്ച് വാർത്തയിൽ കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. അതിന് റിപ്പോർട്ടർ എന്ന നിലയിൽ ആദ്യം ക്ഷമ പറയുകയാണ് വേണ്ടത്. കാരണം ചില ഘട്ടങ്ങളിൽ ചിലതെല്ലാം കയ്യിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ കഴിയില്ല ഈ ഒരു സാമൂഹ്യ മാധ്യമങ്ങളുടെ നിയന്ത്രണങ്ങൾ കൂടുതലുള്ള കാലത്ത് എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് നമ്മുടെ കൃത്യമായ അന്വേഷണം തന്നെയാണ് അത് കള്ളമാണെന്ന വിവരത്തിലേക്ക് എത്തുകയും ചെയ്തത്. കാരണം ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ തന്നെ നമ്മൾ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഇത് കൈമാറുകയും അവരുമായി പലവട്ടം സംസാരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അവർ തന്നെയാണ് ഇതിൻ്റെ ആധികാരികത നമ്മളോട്
വ്യക്തമാക്കിയത്. അപ്പോൾ അതാണ് ആദ്യം നമുക്ക് പങ്കുവെക്കാനുള്ളത്. രണ്ടാമതായിട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ജെറിനെ നേരിൽ പോയി കാണുകയും അയാളോട് സംസാരിക്കുകയും നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. കൃത്യമായി ചോദിക്കുന്നു, DFO ധനിത്ലാലിക്ക് ചോദിക്കുകയാണ്, ഇത് എവിടെ നിന്ന് എടുത്തതാണ്, നിങ്ങൾ യൂട്യൂബിൽ നിന്ന് എടുത്തതാണോ, നിങ്ങൾ ആർക്കെല്ലാം കൊടുത്തു, ആരാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ഒഴിഞ്ഞു മാറുന്ന മറ്റുള്ളൊരു സംസാരമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വളരെ നിരുത്തരവാദപരമായിട്ട്. അതിനുശേഷം അയാൾ മാധ്യമങ്ങൾക്ക് സംസാരിച്ചതിൻ്റെ റെക്കോർഡിംഗ് വരെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇയാൾ തെറ്റ് ചെയ്തു, കള്ളം പറഞ്ഞു എന്ന കാര്യം തുറന്ന് സമ്മതിക്കുന്നത്. എന്നാണെങ്കിലും ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമുള്ളത് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി എന്നുള്ളതാണ്. തെറ്റായ വിവരങ്ങൾ സമൂഹത്തിൽ ഭീതി പടർത്തുന്ന വിധത്തിൽ പ്രചരിപ്പിച്ചതിന് കേരള പോലീസ് ആക്ട് പ്രകാരമാണ് ഇപ്പോൾ നിലവിൽ അയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കരുവാരുണ്ട് പോലീസ് സ്റ്റേഷനിലാണ് ഈ ജെറിൻ ഇപ്പോഴുള്ളത്. ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യം വനംവകുപ്പിനുമായി ചേർന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. കാരണം ഏതെല്ലാം വകുപ്പുകൾ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ കുറെ കൂടി 2 വകുപ്പുകളും തമ്മിലൊരു ചേർന്ന ആലോചന നടത്തേണ്ടതുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരാൾക്ക് ഇത്തരത്തിലുള്ളൊരു തെറ്റ് ആവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള യുക്തമായ നടപടി അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകുന്നൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കാനുള്ളത്. എന്നാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതിൻ്റെ വസ്തുതകൾ അത് പലപ്പോഴും എത്രമാത്രം ഉണ്ടെന്ന് അറിയാതെ എല്ലാവരും പങ്കുവെക്കുന്നതിൻ്റെ ഒരു അതുണ്ടാക്കുന്ന ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി കൂടി വെളിപ്പെടുത്തുന്നതായിരുന്നു ഇന്നലത്തെ സംഭവം എന്ന് പറയാതെ കഴിയില്ല. നമ്മളായാലും ഇനി അങ്ങോട്ട് കൂടുതൽ ജാഗ്രത പുലർത്തുക. ഏത് ദൃശ്യങ്ങൾ വരുമ്പോഴും നമ്മളും ഒരു 2-3 തവണ ആലോചിച്ചിട്ടേ കൊടുക്കൂ എന്നുള്ളത് നമുക്കും നല്ലതാണ്. കാരണം നാടൊട്ടുക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സമയമാണ്. സ്വാഭാവികമായും ഇത്തരം ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ ഇതിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ ഉദ്ദേശിച്ച ഒരാൾ ചെയ്യുമെന്ന് ഈ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ അനുമോദനും നമ്മൾ ഡെസ്കിലുള്ളവർ എന്ന നിലയ്ക്ക് നമുക്കും ഒക്കെ സംഭവിച്ചൊരു വീഴ്ച അതൊരു പക്ഷേ ഒരു ഫാക്ട് ചെക്ക് എടുത്തിരുന്നെങ്കിൽ, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ കണ്ടുപിടിക്കാമായിരുന്നു എന്നൊരു എന്താ ആ തരത്തിലുള്ളൊരു കുറ്റസമ്മതം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് നമുക്കും ഉണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിനും എന്തായാലും ഈ സംഭവം കാരണമാണ്. ഇന്നലെ ജെറിൻ വനംവകുപ്പിനോട് സംസാരിച്ച വാക്കുകൾ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. അത്രമാത്രം നിരുത്തരവാദപരമായി ഇങ്ങനെ ആളുകളിൽ ഭീതി പടർത്തുന്ന ഒരു സംഭവം പ്രചരിപ്പിക്കുമ്പോഴും അദ്ദേഹം വളരെ അതെന്തോ ഒരു തമാശയാണെന്നാണ് വിചാരിച്ചത്. ജെറിന്റെ വാക്കുകളിലേക്ക്. വീഡിയോ ആണോ പലയിടത്തുനിന്നും നിങ്ങൾ ഏതെങ്കിലും സാധനത്തിൽ നിന്ന് എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുത്താണ്? എന്ത് ചെയ്ത് കൊടുത്താണ് നിങ്ങൾ? കട്ട് ചെയ്തിട്ടെടുത്താണ്. അത് നിങ്ങൾ ഇവിടെ കണ്ട പുലിയെ കണ്ടു എന്നുള്ളത് നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങളത് മാറിപ്പോയെന്നും പറഞ്ഞൊരു വീഡിയോ ഞാൻ പറയുന്നത് അല്ല, നിങ്ങൾ പത്രക്കാർക്ക് അധികം നിങ്ങൾ കൊടുത്ത വീഡിയോ ആണല്ലോ കണ്ടത് അല്ലെ? ജനങ്ങളൊക്കെ ഞാനായിട്ട് വിളിച്ച് കൊടുത്തതല്ല സാർ, എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ പത്രക്കാരൻ ഏജന്റാണ്, പത്ര ഏജന്റാണ്. പുള്ളി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതെന്താ സംഭവം. അപ്പം യഥാർത്ഥത്തിൽ സംഭവം പുലി ഇവിടെ ഉണ്ട്, പുലി എന്റെ നായ്ക്കളെ ആക്രമിച്ചിട്ടുണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഈ വീഡിയോ ഞാനോട് എന്നോട് ഇങ്ങനെ ചോദിച്ചെന്നാൽ ഞാനിത് ന്യൂസിൽ കൊടുക്കട്ടെ, ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞതാണ് അവരോട്. അപ്പൊ ഇപ്പൊ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് കടുവ വന്നു നിന്നു, നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തു, നിങ്ങൾ വീഡിയോ എടുത്തു, അത് അയച്ചു, നിങ്ങൾ ഒന്ന് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെയാണ് സാധനങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ? ഓഡിയോ ക്ലിപ്പ് ഫോൺ വിളിക്കുന്ന സംഭാഷണങ്ങൾ അവർ റെക്കോർഡ് ചെയ്തതാണ്. ഓഡിയോ ക്ലിപ്പ് ഒന്ന് കാണിച്ചേ. അതെ ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾ പറയുന്ന ശുദ്ധം നോണയല്ലേ? അല്ല, ഞാൻ പറഞ്ഞു ഈ പറയുന്നത് നിങ്ങൾ അവിടെ വന്നു, അത് നിങ്ങൾ ഞാൻ പറയട്ടെ, ഇത് അത് കഴിഞ്ഞിട്ട് മാറി കിടന്നു, രണ്ടാമത് വേറെ സ്ഥലത്ത് പോയിരുന്നു, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പറയുന്ന ഓഡിയോ ക്ലിപ്പിൽ? അപ്പൊ ശുദ്ധം നുണയാണ് നിങ്ങൾ ഓഡിയോ ക്ലിപ്പിലും പറയുന്നു അല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഓഡിയോ ക്ലിപ്പ് ഇത് കാണുന്നവരുടെ ശ്രദ്ധയിലേക്ക് കൂടിയാണ്. നിരുത്തരവാദപരമായി ഇത്തരം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതൊക്കെ വളരെ കുറ്റകരമായൊരു കാര്യമാണ്. അങ്ങനെ ആ ദൃശ്യങ്ങൾ കണ്ട് അത് വാർത്തയാകുന്ന ഞങ്ങളുടെ ഭാഗത്തും വീഴ്ചയുണ്ട്. ആ വീഴ്ച ഞങ്ങളും അംഗീകരിക്കുന്നു. പക്ഷേ വളരെ ബോധപൂർവം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം ശ്രമങ്ങൾ ചെയ്യുമ്പോൾ അത് അറസ്റ്റിലേക്കും നിയമ നടപടികളിലേക്കും വഴിവെക്കും എന്നതിൻ്റെ ഒരു ഉത്തമമായ ഉദാഹരണമാണ് ഇപ്പോൾ ജെറിന് സംഭവിച്ചത്. അങ്ങനെ ഒരു തെറ്റായ ദൃശ്യം ഈ ന്യൂസ് 18-ലൂടെ പ്രേക്ഷകർ കാണേണ്ടി വന്നതിലുള്ള ഖേദം ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. ഇടക്കൊച്ചിയിൽ ഇന്നലെ ആന ഇടഞ്ഞത് മണിക്കൂറുകളോളമാണ് പരിഭ്രാന്തി പരത്തിയത്. 3 കാറുകളും ഇരുചക്ര വാഹനങ്ങളും ആന തകർത്തു. ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, മണിക്കൂറുകളോളം ആളുകളൊക്കെ ഭീതിയിലായ ഒരു സാഹചര്യം നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരുന്ന വാർത്തകളൊക്കെയുള്ള സാഹചര്യത്തിൽ വളരെ പേടിയോടെയായിരുന്നു. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒരു സമാധാനപരമായത്?
ശ്രീജ, ഇത് തന്നെയാണ് ഒരു വിഷയം. കാരണം നമ്മൾ ഈ ആന ഇടയുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ നിത്യസംഭവമായിരിക്കുന്നു. ഇപ്പോൾ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന് ആന ഇടയുന്നു. ഇതെല്ലാം വലിയ രീതിയിലേക്ക് എവിടെയും സംഭവിക്കാവുന്ന രീതിയിലേക്ക് വരുന്നു, ആശങ്കകൾ ഉണരുന്നു. ആ സമയത്ത് തന്നെയാണ് ഇന്നലെ ഇടക്കൊച്ചിയിൽ അവിടെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് അവിടെ പകൽപൂരത്തിന് വേണ്ടി കൊണ്ടുവന്ന ആനയായിരുന്നു. ഊട്ടൊള്ളി മഹാദേവൻ എന്ന് പറയുന്ന ആന കുളിപ്പിക്കുന്നതിനിടെയാണ് ഇടഞ്ഞത്. അത് ചെറിയ രീതിയിലല്ല വിഷയം ഉണ്ടാക്കി. ഏതാണ്ട് 4ഓളം കാറുകൾ തകർത്തു. ഒപ്പം തന്നെ ഈ ആനയെ കൊണ്ടുവന്ന ലോറി അത് കുത്തി മറിച്ചിട്ടു. ഇരുചക്ര വാഹനങ്ങൾ തകർത്തു. അങ്ങനെ സത്യത്തിൽ കുറേ നേരം അവിടെ ആന അഴിഞ്ഞാടുന്ന രീതിയിൽ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ ആശങ്ക ഉണർത്തുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആനയെ തളയ്ക്കുമ്പോൾ മാത്രമാണ് ആളുകൾക്ക്, നമ്മൾ പറയില്ലേ, ശ്വാസം നേരെ വീണതെന്നെല്ലാം പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. എലിഫന്റ് സ്ക്വാഡും പോലീസും എല്ലാം തന്നെ സ്ഥലത്തെത്തി. ഇതാ ആന നാട്ടാനയാണ്, അതുകൊണ്ട് തന്നെ അതിന് പാപ്പാനും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ആ ഒന്നാം പാപ്പാന് തന്നെ പരിക്ക് പറ്റിയെന്നുള്ളതാണ്. തളയ്ക്കാനുള്ള ശ്രമത്തിൽ കൈക്ക് പരിക്ക് പറ്റുകയും ചെയ്തതോടെ ആളുകൾ പരിഭ്രാന്തരായി. ഇനി എന്ത് ചെയ്യും, എന്താണ് അടുത്ത നടപടി എന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുമ്പോഴാണ് അവിടെ നിന്ന് ജ്ഞാനോദയം ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് അതിൻ്റെ ഒരു കാലിലേക്ക് ചങ്ങല ഉറപ്പിക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ പതുക്കെ ക്രമേണ അതിനെ തളച്ചുകൊണ്ട് വരികയായിരുന്നു. ഇപ്പോൾ അതിനുശേഷം അവിടെ സ്ഥിതിഗതികൾ ശാന്തമാകുകയും കാര്യങ്ങൾ ഉത്സവാന്തരീക്ഷത്തിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്തു. പക്ഷേ വളരെ നേരം അവിടെ ഒരു എന്ത് ചെയ്യണമെന്ന രീതിയിലേക്ക് അടക്കം ആശങ്ക നിന്നിരുന്നു. പ്രത്യേകിച്ച് ഇതുപോലുള്ള വാർത്തകൾ പലയിടത്തും ആനയിടയുന്നു, വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന വാർത്തകൾ വരികയും ചെയ്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെയും അതെല്ലാം തന്നെ സംഭവിക്കുകയും ചെയ്തത്. വാഹനങ്ങൾ കൂടി തകർത്തതോടെ ഇനി എന്ത് ചെയ്യും? എലിഫന്റ് സ്ക്വാഡ് അടക്കം അവിടേക്ക് എത്തുകയും ചെയ്തു. വലിയ രീതിയിൽ പോലീസ് വന്നു. റോഡിലേക്ക് കടന്നേക്കുമെന്ന രീതി വന്നതോടുകൂടിയാണ് കടുത്ത ആശങ്കയിലേക്ക് വന്നത്. കാരണം വാഹനങ്ങളടക്കം പിന്നീട് നിയന്ത്രിക്കുന്നു, അതുവഴിയുള്ള ഒരു ഗതാഗത നിയന്ത്രണത്തിലേക്ക് വരികയും ചെയ്യുന്നു. റോഡിലേക്ക് കടന്നാൽ അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്ര പരിസരം വിട്ട്, അത് ക്ഷേത്രം ഒരു കോമ്പൗണ്ട്, ഒരു ഗ്രൗണ്ട് ഉണ്ട്, അതെല്ലാം വിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ ഇനി എന്തെല്ലാം സംഭവിക്കുമെന്ന വലിയ ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിലും അതിന് സംയോജിതമായി ചില ഇടപെടലെല്ലാം നടത്തി ഏതാണ്ട് 3 മണിക്കൂറോളം നീണ്ട ഒരു അന്തരീക്ഷത്തിന് ആശങ്കയ്ക്ക് വിരാമമിടാൻ കഴിഞ്ഞു. പിന്നീട് ഈ ക്ഷേത്രത്തിന് സമീപം തന്നെ അത് തളയ്ക്കുകയായിരുന്നു. എന്തായാലും ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു, അത്തരം കാര്യങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പും എല്ലാം തന്നെ പ്രത്യേകം പരിശോധനകൾ നടത്തേണ്ടതാണ്. ഇതുപോലുള്ള ആനകളെ കൊണ്ടുവരുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി, എന്തുകൊണ്ട് ഈ രീതിയിലെല്ലാം കാര്യങ്ങൾ പോകുന്നു എന്നതിലടക്കമുള്ള വിശദമായ രീതിയിലുള്ള പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ വേണ്ടതാണ്. ഇന്നലെ അനിഷ്ട സംഭവങ്ങൾ മറ്റൊന്നുമില്ലാതെ ഈ വാഹനങ്ങൾ തകർത്തതിൽ മാത്രം ഇതിലേക്ക് ഒതുങ്ങുന്നു. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളെല്ലാം കൃത്യമായി കൈക്കൊള്ളേണ്ടതാണ്. ശ്രീജ, തീർച്ചയായും ഡാനി, ഇനി നമ്മൾ സൂക്ഷിക്കുക എന്നതേ വഴിയുള്ളൂ. ആനകൾ ഇടയുന്നതൊരു നിത്യസംഭവമായിരിക്കുന്നു. ഉത്സവ കമ്മിറ്റിക്കാർക്ക് അത്തരം തിരിച്ചറിവുകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ അവിടെ പോകുന്നവർക്കെങ്കിലും തിരിച്ചറിവ് ആന ഒരു വന്യജീവിയാണ്, അതെപ്പോൾ വേണമെങ്കിലും ഇടയാനും അത് പ്രശ്നമുണ്ടാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം അന്തരീക്ഷം അത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണ്, ചൂട് കൂടുതലാണ്, ശബ്ദമൊന്നും അതിനത്ര കേട്ടുശീലമുള്ളതല്ല, വലിയ ശബ്ദങ്ങൾ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മുൻകരുതൽ എടുക്കേണ്ടത് അവിടെ പോകുന്നവർ കൂടിയാണ് എന്ന് പറയാതെ വയ്യ. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല, കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്.
കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് നടപടികളുമായി എറണാകുളം ജില്ലാ ഭരണകൂടം. ഇതിനായി സ്കൂൾ തലത്തിലും മറ്റും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. ജില്ലയിൽ മയക്കുമരുന്നിന്റെ വ്യാപനം തടയുന്നതിന് വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് സമഗ്ര പദ്ധതിയാണ് നടപ്പാക്കുന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധം മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാകുകയാണ്. വിദ്യാർത്ഥികളിലേക്ക് മയക്കുമരുന്ന് എത്തുന്നത് തടയുകയാണ് പരമപ്രധാനം. മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തടയുന്നതിനും നിരുത്സാഹപ്പെടുത്തുന്നതിനുമായി സമഗ്ര പദ്ധതികളാണ് ജില്ലയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. ഇപ്പോൾ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്, അസംബ്ലി ലെവലിലും വലിയ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് മന്ത് ഞാനും വിമലാദിത്യ സാർ, നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മീഷണർ, ഞങ്ങളെടുത്ത മീറ്റിംഗിൽ മോഡ്യൂൾ തന്നെ ഇപ്പോൾ വരുന്ന അക്കാഡമിക് ഇയറിൽ, ഇപ്പോൾ എക്സാം ഇതാണ്, വരുന്ന അക്കാഡമിക് ഇയറിൽ ഞങ്ങൾ ചെയ്യാം. ഓൾറെഡി അവയർനെസ് ക്ലാസ്സസ് നോക്കിയാൽ ഒരു കൗണ്ട് തന്നു പോലീസ്. അത്ര വർക്കാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സൈസും പോലീസും മോർ ദൻ 10,000 ക്ലാസ്സസ് ഈ ജില്ലയിൽ എടുത്തിട്ടുണ്ട്. ജില്ലയിൽ മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും വിതരണം തടയുന്നതിന് മികച്ച പ്രവർത്തനമാണ് പോലീസ്, എക്സൈസ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയവയുടെ സഹകരണത്തോടെ ജില്ലാ ഭരണകൂടം നടത്തുന്നത്. ജില്ലയിൽ എക്സൈസും പോലീസും ചേർന്ന് 10,000-ലധികം ബോധവൽക്കരണ ക്ലാസുകൾ ഇതിനോടകം സംഘടിപ്പിച്ചിട്ടുണ്ട്. പരിശോധനകൾക്കൊപ്പം ബോധവൽക്കരണവും കൊണ്ട് മാത്രമേ വിദ്യാർത്ഥികളിൽ നിന്നും ലഹരിയെ അകറ്റുവാൻ കഴിയുകയുള്ളൂവെന്നും കുടുംബവും സമൂഹവും ഇതിനൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ന്യൂസ് 18 കൊച്ചി. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, സംസ്ഥാനത്തൊട്ടാകെ വലിയ രീതിയിലുള്ള ലഹരി വേട്ടയൊക്കെ നടക്കാറുണ്ടെങ്കിലും നമുക്കറിയാം എറണാകുളം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, അത് എല്ലായിടത്തു നിന്നും ആളുകൾ എത്തിച്ചേരുന്ന, എല്ലായിടത്തു നിന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ രീതിയിൽ എറണാകുളം ജില്ലയിൽ തുടങ്ങി വെക്കുന്ന ഈ വലിയ പദ്ധതി, കാരണം സംസ്ഥാനത്തൊട്ടാകെ അങ്ങനെ ഒരു വലിയ ആക്ഷൻ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ പോകുന്നത് വലിയൊരു വിപത്തിലേക്കാണ്. അപ്പോൾ എറണാകുളം ജില്ലാ ഭരണകൂടം ഇതിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ശ്രീജ, ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ജില്ലാ കളക്ടർ സൂചിപ്പിച്ചത് വിദ്യാർത്ഥികളിലേക്ക്
അവരിലേക്ക് എത്തുന്ന കണ്ണി മുറിക്കുക എന്നത് തന്നെയാണ്. അതിൽ കൂടുതലായി അവർ തന്നെ ഈ ഒരു വിപത്തിനെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മളിലേക്ക് വരുന്ന അപകടം എന്താണെന്ന് മനസ്സിലാക്കുക എന്നത് തന്നെ, അങ്ങനെ ഒഴിഞ്ഞു മാറുക എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രതിരോധമെന്ന് പറയുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നത്. ബോധവൽക്കരണം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു കാര്യങ്ങൾ തടയിടാൻ നിയമപരമായ കാര്യങ്ങളെല്ലാം തന്നെ സാധ്യമാകുന്നതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികളിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ലഹരി മാഫിയ തഴച്ചു വളരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ആ രീതിയിലേക്ക് പോകുന്നതിനെ തടയിടുക എന്നത് തന്നെയാണ്, അതിലേക്ക് നീളുന്ന കൈകൾ മുറിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനം ബോധവൽക്കരണം എന്നതാണ്. അതിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം അതിൽ പങ്കാളികളാകുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും ആ നിലയിൽ ഉൾപ്പെടുന്ന മുഴുവൻ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ തലങ്ങളിൽ എല്ലാവരും തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേരിട്ടിറങ്ങാൻ തന്നെയാണ് സ്കൂളുകളും കോളേജുകളും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വിപുലമായ ഒരു ക്യാമ്പയിനിങ്ങിന് അവർ തയ്യാറെടുക്കുന്നു. ജില്ലയിൽ അങ്ങനെ തയ്യാറെടുക്കുന്നു എന്നതാണ് ഒരു കാര്യം. ഒപ്പം അവർ അഭ്യർത്ഥിക്കുന്നത് കുടുംബവും ഒപ്പം തന്നെ ഈ ശ്രമങ്ങൾക്ക് നിന്നുകൊണ്ട് അവരെ ഈ വിപത്തിനെക്കുറിച്ച് വീടുകളിലും ചർച്ച ചെയ്യണം, വീടുകളിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. കുട്ടികൾ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും, ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്തൊരവസരം. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പരിശോധിക്കുകയും അവർ കൃത്യമായൊരു ഓഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം അവരുടെ വിഷയങ്ങളിൽ കുട്ടികളുടെ ദൈനംദിന കാര്യങ്ങൾ നടപ്പാക്കുകയും എല്ലാം വേണം. എങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കാൻ കഴിയൂ, ഇതിനെക്കുറിച്ച് ദുരന്തങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ രീതി അനുവർത്തിക്കാനായിട്ടാണ് ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നത്. ഒപ്പം ഈ വിശദമായ രീതിയിൽ തന്നെ എല്ലാ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുന്നു. അതിനുവേണ്ടി വ്യാപകമായ രീതിയിലുള്ള ഒരു പരിശോധനകളിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. നാർക്കോട്ടിക് കൺട്രോൾ വിഭാഗവും അതോടൊപ്പം തന്നെ എക്സൈസ് വകുപ്പും പോലീസും എല്ലാം തന്നെ കൈകോർക്കുന്നുണ്ട്. വിശദമായ രീതിയിലുള്ള പരിശോധനകൾ വരുന്നു. പ്രധാനമായും തന്നെ റൂറൽ ലിമിറ്റ്, ജില്ലയുടെ ഈ സിറ്റിക്ക് പുറത്തുള്ള മേഖലകൾ, അത് കൂടുതലും ഈ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു ഈ കഞ്ചാവ് കടത്ത് വരുന്നു എന്നതാണ്. അത് കൂടുതലായും തന്നെയും പുറമേ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും എത്തുന്നത്. ഒഡീഷ അടക്കമുള്ള അവിടങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഈ അതിഥി തൊഴിലാളികൾ യാദൃശികമായി ചില ബാഗേജുകളുമായിട്ട് വരുന്നതല്ല, അത് ബോധപൂർവം തന്നെ എത്തുന്നതാണ്. അവരെ ചിലർ ആദ്യഘട്ടത്തിൽ കടത്തുകാരായി മാത്രമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ കച്ചവടക്കാരായി മാറിയെന്നാണ് ഈ അന്വേഷണ ഏജൻസികളുടെ ഒരു കണ്ടെത്തലുള്ളത്. അപ്പോൾ അതിന് കൃത്യമായ പരിശോധനകൾ വേണം. പെരുമ്പാവൂരടക്കമുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വ്യാപകമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ പാൻ മസാല അടക്കമുള്ള കാര്യങ്ങളിലൂടെയൊക്കെ വ്യാപകമായി എത്തുന്നു എന്ന വിവരത്തിൽ പരിശോധനകൾ തുടരുകയാണ്. ഒപ്പം സിന്തറ്റിക് ഡ്രഗ്സിനെ പ്രതിരോധിക്കുക. ഇപ്പോൾ കൊറിയർ വഴിയെല്ലാം തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ ജർമ്മനിയിൽ നിന്ന് വന്ന കൊറിയറാണ് കഴിഞ്ഞ ദിവസം പോലീസ് കൃത്യമായി ട്രാക്ക് ചെയ്തുകൊണ്ട്, എക്സൈസ് കൃത്യമായി ട്രാക്ക് ചെയ്തുകൊണ്ട് അവർക്ക് മനസ്സിലായത്. അങ്ങനെ കൊറിയർ ഏജൻസികളെല്ലാം തന്നെ സമീപിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഈ വ്യാജ വിലാസങ്ങൾ നൽകിക്കൊണ്ട് പിന്നീട് അത് റീഡയറക്റ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് അവർ തന്നെ ഒരു ശൃംഖല കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അവരെയും ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് അവിടേക്ക് എത്തിക്കുന്നുണ്ട്. പലരും തന്നെ പിടിയിലാകുന്നുണ്ട്. പക്ഷേ പിടിയിലാകാതെയും പുറത്തെത്തുന്ന ആളുകളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ, ഈ പോക്കറ്റുകളിലെല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ളൊരു പരിശോധനകൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. പക്ഷേ വെല്ലുവിളി അവിടെയല്ല ശ്രീജ. കാരണം ഇത് തുടർച്ചയായി വേണ്ട ഒരു പ്രോസസ്സാണ്. കാരണം ഇത് എവിടെയെങ്കിലും വെച്ച് ഇത്തരം പരിശോധനകൾ നിന്നു പോവുകയാണെങ്കിൽ വീണ്ടും അതിലേക്ക് തന്നെ കടന്നു വരും. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ പരിശോധനകൾ നിൽക്കുകയാണെങ്കിലോ അവസാനിക്കുകയാണെങ്കിലോ ദുർബലപ്പെടുകയാണെങ്കിലോ അത് ഏറ്റവും ആദ്യം അറിയുന്നത് ഈ ചങ്ങലയിൽപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചങ്ങലയുടെ കണ്ണികൾ എന്നേക്കുമായി മുറിച്ച് ഈ ലഹരിയുടെ ശൃംഖല തകർക്കുക എന്നതാണ് വേണ്ടത്. എന്തായാലും എറണാകുളം ജില്ലാ ഭരണകൂടം മുന്നിട്ടിറങ്ങുന്നു. സംസ്ഥാനം മുഴുവൻ അത്തരത്തിലൊരു ശ്രമത്തിലൂടെ നമുക്ക് ഈ ലഹരിയുടെ വല മുറിക്കാനാകണം. നമ്മുടെ കുട്ടികളെ, നമ്മുടെ യുവതലമുറയൊക്കെ സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോകാൻ അവർക്കുള്ള ഒരു അവസരം ഒരുക്കുകയും വേണം. അതിനുള്ള ആദ്യപടിയാണ് എറണാകുളത്ത് തുടങ്ങുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാൻ ഇന്ന് ആദ്യമായി കോടതിക്ക് മുന്നിലെത്തുകയാണ്. പാങ്ങോട് പോലീസ് അഫാന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ ലഭിച്ചാൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കും. പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ സജിത ബീഗത്തെയും കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ടി ജി സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ഇതുവരെ അഫാൻ ഉണ്ടായിരുന്നത് ആശുപത്രിയിലാണ്, കോടതിക്ക് മുന്നിലേക്ക് വരികയാണ്. അതായത് ഇനിയാണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ എന്ത് സംഭവിച്ചു എന്നതിനുള്ള തെളിവുകൾ സഹിതം കാര്യങ്ങൾ അറിയേണ്ടത്. ഇന്നത്തെ ദിവസം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ആ തരത്തിൽ?
ശ്രീജ, ഗുഡ് മോർണിംഗ്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ അഫാൻ ആദ്യമായി കോടതിക്ക് മുന്നിലേക്ക് വരുന്നു എന്നതാണ് പ്രത്യേകത. ഇതിൽ ഏറെ നിർണായകമാവുന്ന കാര്യം അഫാൻ കോടതിക്ക് മുന്നിലെത്തുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമോ, അതിനുശേഷം ഉണ്ടാകുന്ന നിയമ നടപടികൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ അവശേഷിക്കുന്ന ചില ദുരൂഹതകളുണ്ട്. അതുകൂടി നീക്കാൻ ഈ അഫാനെ കസ്റ്റഡിയിൽ കിട്ടിയേ പറ്റൂ പോലീസിന്. ചോദ്യം ചെയ്യണം, അതിനുശേഷം തെളിവെടുപ്പടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങളുമുണ്ട്. ഈ നടപടിക്രമങ്ങൾക്ക് 3 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെടാൻ നീക്കമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കും. ഒരുപക്ഷെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങിയുള്ള നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ കസ്റ്റഡിയിൽ വാങ്ങിയുള്ള നീക്കങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. കാരണം അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. കാരണം അത് അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നു എന്നതാണ് സാഹചര്യം. ഇന്ന് കോടതിയിലെത്തുമ്പോൾ കോടതി എടുക്കുന്ന നിലപാടുകൾ നിർണായകമാണ്. സ്വാഭാവികമായും പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ കോടതി അതേ രീതിയിൽ പരിഗണിക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. എന്തായാലും ഇതിനിടയിൽ അഫാൻ്റെ മാനസിക നില സംബന്ധിച്ച ചില അഭ്യൂഹങ്ങൾ, ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ പ്രകടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലേക്ക് വരുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി സുപ്രധാനമായ നീക്കത്തിലേക്ക് പോലീസ് സംഘം കടക്കുന്നു എന്നതാണ് സാഹചര്യം. പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. ഒരുപക്ഷേ ഈ മാനസിക വിദഗ്ധരുടെ കൂടി സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യൽ നടക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനപ്പുറം തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക്, ഈ കൊലപാതകം നടന്ന ഇടങ്ങളിലേക്ക് അഫാനെ നേരിട്ടെത്തിച്ച് അതിൻ്റെ വഴികൾ, അതിനുവേണ്ടി സ്വീകരിച്ച വഴികൾ, അത് എന്തിനു വേണ്ടി, ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താനായിരിക്കും പോലീസ് സംഘത്തിൻ്റെ ഇനിയുള്ള നീക്കം. ശരി, TG സജിത്താണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ലഹരി, കുറ്റകൃത്യങ്ങൾ, അങ്ങനെ സമൂഹത്തിൽ നമ്മൾ എന്നും കേൾക്കുന്നത് ഇപ്പോൾ ഇതൊക്കെയാണ്. അങ്ങനെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോൾ അനീതിക്കും അക്രമത്തിനുമെതിരെ സന്ദേശം കൊടുക്കേണ്ടത് പലപ്പോഴും കല ഉപയോഗിച്ചാണ്. അങ്ങനെ സന്ദേശമാവുന്ന ഒരു മ്യൂസിക്കൽ വീഡിയോയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി. അനീതിയോടും അക്രമങ്ങളും പ്രതികരിക്കാൻ കഴിയാതെ പോകുന്ന, അങ്ങനെ പകച്ചു പോകുന്ന ജനതയെ ഒരു മരിച്ച വ്യക്തിയോട് ഉപമിക്കുന്നതാണ് ഈ വീഡിയോ. മ്യൂസിക് 24x7 ബാനറിൽ മൈൽ സ്റ്റുഡിയോസ് നിർമ്മിച്ച മ്യൂസിക്കൽ ത്രില്ലർ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാവുകയാണ്. या राजात अर्जो गिस्मानी शुभ गुलक അറടി മണ്ണിൽ ഒതുങ്ങുന്ന മനുഷ്യ നീ, പലതും മനസ്സിൽ കൊണ്ട് നടക്കുന്നതും നീ, പിറന്ന മണ്ണിനെ പോലും മറക്കുന്നതും നീ, എന്തിനോ ആർക്കോ വേണ്ടി ജീവിക്കുന്നതും നീ, ഭൂലോകം മുഴുവൻ തെണ്ടി നടക്കും നീ, കാശിന്റെ പേരിൽ ശത്രുത കാട്ടും നീ, എന്തു കിട്ടിയാലും മതി വരാത്ത നീ, ഒരിക്കലും നന്നാവില്ല ഹേ മനുഷ്യ നീ, ഒരിക്കലും നന്നാവില്ല ഹേ മനുഷ്യ നീ, മരണമില്ല പേടിയോടെ ജീവിക്കുന്നതും നീ, മനസ്സിനുള്ളിലുള്ള വേദനകൾ അകറ്റും നീ, മറുപടിയായി പലതും കാണിക്കുന്നതും നീ, കെട്ടിയ പെണ്ണിനെ സ്വത്തിന്റെ പേരിൽ കൊല്ലുന്നതും, അന്ധവിശ്വാസം പുറകെ പാടി നടക്കുന്നതും, ഫുഡെടുത്ത പേരിൽ പട്ടമിട്ട് കെട്ടി തല്ലിക്കൊന്നു, നിന്റെ ജീവൻ രക്ഷിക്കാൻ വന്നവളെ കുത്തിക്കൊന്നു, എന്തിനിത്രത്തോളം നീ പറയിപ്പിക്കുന്നതെന്തിനെ, നീ അറിയാതെ നിന്റെ മനസ്സിൽ കുടിയിരിക്കും വൃത്തികെട്ട ചിന്തകളെല്ലാം. ഈ മ്യൂസിക്കൽ വീഡിയോയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സുനിൽ ഷാ വഹാബുദ്ദീനാണ്. രചനയും ആലാപനവും അഭിജിത്താണ് ചെയ്തത്. ആർട്ട് അരുൺ രമണൻ നിർവഹിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഗാനം ആലപിച്ച അഭിജിത്തും ഒപ്പം ഈ വീഡിയോയുടെ സംവിധായകൻ സുനിൽ ഷായും രണ്ടുപേരും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തൊട്ട് മുന്നേ പോയ 2 വാർത്തകളായിരുന്നു. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. 1,11,000-ത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ആക്സെപ്റ്റൻസ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? ആദ്യം അഭിജിത്ത്, വലിയ പ്രശംസയാണ് അഭിജിത്തിൻ്റെ സിംഗിങ്ങിനെ പറ്റിയൊക്കെ. വളരെ മികച്ച അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കമൻസായി കാണുമായിരുന്നു ഞാൻ. അപ്പോൾ എന്തായിരുന്നു, നിങ്ങൾ രണ്ടുപേരോടും കൂടിയാണ്, രണ്ടുപേരും ഓരോരുത്തരായിട്ട് അതിന് ഉത്തരം പറഞ്ഞാൽ മതി. ശ്രീ സുനിൽ, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവാനുള്ള കാരണം ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണോ? ഈ കൺസെപ്റ്റ് ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് വീഡിയോ ആക്കി മാറ്റുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചത് ആയിരുന്നോ ഈ ഒരു ആക്സെപ്റ്റൻസ്? ഗുഡ് മോർണിംഗ്, നമസ്കാരം എല്ലാവർക്കും.
ആദ്യം തന്നെ അധികം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ ജനങ്ങൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ശരിക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാര്യം ഈ സമൂഹത്തിൽ നടക്കുന്ന, അതായത് നീ എന്ന് പറയുന്ന മ്യൂസിക്കൽ റാപ്പ് സോങ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു സമൂഹത്തെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണാൻ ശ്രമിക്കുന്നത്. അതായത് വെറും 6 അടി മണ്ണിൽ ഒതുങ്ങിത്തിരേണ്ട ഒരു മനുഷ്യൻ മാരകമായിട്ടുള്ള മയക്കുമരുന്ന് പോലുള്ള മാരകമായിട്ടുള്ള മയക്കുമരുന്നുകൾ അടിച്ചു കയറ്റി ഈ സ്വന്തം ജീവൻ തന്നെ രക്ഷിക്കാൻ വന്നവർ ആരാണെന്ന് പോലും മനസ്സിലാക്കാതെ കുത്തിക്കൊല്ലുന്ന ഒരു ലോകത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാശിന് വേണ്ടി അച്ഛനെന്നോ അമ്മയെന്നോ സഹോദരിയെന്നോ സുഹൃത്തുക്കളെന്നോ പോലും നോക്കാതെ കൊല്ലുന്ന ഈ ലോകം. അതായത് സ്വന്തം കാര്യം ചിന്താബാന്ന് പറഞ്ഞ് നടക്കുന്നവരും ഈ അഴിമതിയും അക്രമവും കണ്ണും പൂട്ടി നോക്കി നിൽക്കുന്ന ഒരു ജനതയാണ് ഞങ്ങൾ ഈ നീ എന്ന് പറഞ്ഞ മ്യൂസിക്കൽ ആൽബത്തിൽ കാണിച്ചിരിക്കുന്നത്. ശരി, അഭിജിത്ത്, വലിയ അപ്രിസിയേഷൻ ഉണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു കോൺഫിഡൻസ് ആയും തോന്നുന്നു അല്ലേ? സത്യം, ഒരിക്കലും ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ആൾക്കാർ ഇങ്ങനെ പോസിറ്റീവ് കമന്റ്സ് ഇങ്ങനെ വരുന്നു. ഇതുവരെ നെഗറ്റീവ് കമന്റ്സ് ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണത്. സന്തോഷമാണ് സത്യം പറഞ്ഞ. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ,
അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 91 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ വൻതാരയുടെ വന്യജീവി റെസ്ക്യൂ പുനരധിവാസ സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. 2000-ലധികം സ്പീഷീസുകളുടെയും വംശനാശം നേരിടുന്ന 1.5 ലക്ഷത്തിലധികം മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് വൻതാര. ഗുജറാത്തിലെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിൽ 3500 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മൃഗപരിപാലന കേന്ദ്രം. അതിലുപരി പ്രതിബദ്ധത, അനുകമ്പ, ശാസ്ത്രീയ മികവ് എന്നിവയുടെ തെളിവായി കൂടി ഈ കേന്ദ്രം നിലകൊള്ളുന്നു. അക്രമത്തിൽ ഇരയായ, ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന 1 ദശലക്ഷത്തിലധികം മൃഗങ്ങൾക്ക് ആശ്വാസം ലഭിച്ചത് ഇവിടെയാണ്. ഇത്തരം മൃഗങ്ങളുടെ പരിചരണം ജീവിത ലക്ഷ്യമാക്കിയിട്ടുള്ളത് 2400-ലധികം പേരാണ്. വൻതാര വിഭാവനം ചെയ്ത അനന്ത് അംബാനിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കുട്ടിക്കാലം മുതൽ അനന്ത് അംബാനി ഈ മേഖലയിലേക്ക് ആകർഷിക്കപ്പെട്ടു. മറ്റു ജീവജാലങ്ങളുമായി ആത്മബന്ധം വളർത്തുകയും ചെയ്തു. നവി മുംബൈയിൽ മൃഗങ്ങൾക്കായി ഒരു ചെറിയ ഷെൽട്ടർ സൃഷ്ടിച്ചതിനു ശേഷം അദ്ദേഹം വൻതാര എന്ന ആശയത്തിന് രൂപം നൽകി. വിശാലമായ ഇടത്തെ വലുതും ചെറുതുമായ എല്ലാ ജീവജാലങ്ങൾക്കും അനുയോജ്യമായ ഒരു ആധുനിക പുനരധിവാസ സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റി. Across the world, India should have one of the best state-of-the-art animal rescue, like people who rescue animals, wildlife preservation in India. That's our aim, and this is going to be the premier station. But I would like to say that this is just 8-10%. I think boon se sagar banta hai. So I think everyone needs to put in effort. Final 2 questions. ഏഷ്യൻ സിംഹങ്ങൾ, പുള്ളിപ്പുലികൾ, ചെന്നായ്കൾ, കാണ്ടാമൃഗങ്ങൾ, മുതലകൾ, ആനകൾ എന്നിവ ഉൾപ്പെടെ 2000-ലധികം ഇനങ്ങളെ വൻതാര ഉൾക്കൊള്ളുന്നു. വൻതാര നയിക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് സമാനമായ പ്രവർത്തനം ലോകത്ത് എവിടെയും ഇല്ല എന്ന് തന്നെ പറയാം. വൻതാര പദ്ധതി നടപ്പാക്കാൻ അനന്തിന് പ്രചോദനമായത് തന്റെ മുത്തശ്ശനായ ധീരുഭായ് അംബാനിയുടെ ദർശനമാണ്. മാതാപിതാക്കളായ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും പിന്തുണ ഗുണമായി എന്നും അനന്ത് പറയുന്നു. When I was a young child, I told you, my mother always would tell me to take care of the animals. So in your childhood also you would do this? I would do it in my childhood. And my father is one of the biggest wildlife buffs. For example, when we were young, I think till the age of 18, I've not gone to any other family holiday except Africa, Ranthambore and the jungles of Kahana, the jungles of Bandhavgarh, Kaziranga. My father would only take us to jungle holidays. So I think they inspired me
to do this. And to be honest, we സേവനം നടത്തുന്ന ആലയം ആയാണ് സ്ഥലത്തെ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓരോ മൃഗത്തിനും പരിചരണവും സംരക്ഷണവും ലഭിക്കുന്ന ഒരു സങ്കേതം. parents' blessings and my siblings, Akash and Isha's blessings, I think what you've seen now is only 8 to 10% of my vision. My vision is that at Vantara in Jamnagar, we would like to be the world's most advanced wildlife institute. And we would also like to conserve and breed critically endangered species so we can release them back in their habitat. Because a lot of species, even today as we speak, species are going extinct. And what you saw today is, so in Hindi there's a saying Chidiyaghar. It's not a Chidiya, Sevalya hai. So we have created it as a Sevalya, and it's an area where we only rehabilitate, rescue, preserve, conserve and breed the endangered species. So it's not a zoo, it's not for any entertainment. ഇന്ത്യയുടെ വന്യജീവി സംരക്ഷണ ശ്രമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിൽ നിന്ന് തന്നെയാണ് ഇടപെടലുകൾ നടത്തുന്നത്. വന്യജീവികളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ധാർമ്മികതയാണ്. അത് ഇന്ത്യൻ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും അവിഭാജ്യ ഘടകമാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മൃഗക്ഷേമത്തിനായുള്ള പ്രതിബദ്ധതയ്ക്ക് പ്രാണിമിത്ര ദേശീയ അവാർഡ് നേടിയ വൻതാര അഥവാ കാട്ടിലെ നക്ഷത്രം എന്ന കേന്ദ്രം സന്ദർശിക്കാൻ പ്രധാനമന്ത്രി ആഗ്രഹിച്ചതിൽ അതിശയമില്ല. പ്രധാനമന്ത്രി വൻതാരയിലെ പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ അന്തരീക്ഷം സന്തോഷഭരിതമായിരുന്നു. പരമ്പരാഗത നർത്തകർ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തു. ശാസ്ത്രീയ സംഗീതം അന്തരീക്ഷത്തിൽ അലയടിച്ചു. വൻതാരയുടെ കവാടത്തിൽ മുകേഷ് അംബാനി, നിത അംബാനി, അനന്ത് അംബാനി, ഭാര്യ രാധിക എന്നിവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിനു വേണ്ടി നിത അംബാനി ഒരു വിശിഷ്ടമായ ചടങ്ങു തന്നെ നടത്തി. അതിന്റെ ഭാഗമായി 22 ശംഖുകൾ ഒരുമിച്ച് മുഴങ്ങി. പ്രധാനമന്ത്രി റിബൺ മുറിച്ച് അനന്ത് അംബാനിയുടെ ഉത്കൃഷ്ടമായ പ്രോജക്റ്റിന് അനുഗ്രഹം നൽകിയപ്പോൾ അന്തരീക്ഷത്തിൽ ഹർ ഹർ മഹാദേവ് എന്ന മന്ത്രങ്ങൾ മുഴങ്ങി. വൻതാരയിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി മോദിയും അംബാനി കുടുംബവും അംബാമാതാ ക്ഷേത്രത്തിലെത്തി. അവിടെ അവർ പ്രാർത്ഥനകൾ നടത്തി. പരമ്പരാഗത ആരതി ഒഴിയുകയും ചെയ്തു. തുടർന്ന് അനന്ത് അംബാനിക്കൊപ്പം പ്രധാനമന്ത്രി വൻതാരയിലേക്ക് പ്രവേശിച്ചു. പ്രവേശന കവാടത്തിൽ ഗണേശ വിഗ്രഹമുണ്ട്. വിഗ്രഹം ജീവികളെ പരിപാലിച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നതിന്റെ സൂചനയാണ്. So as you know that in our Sanatan, you will every deity has an animal which is close to her or his heart. Every deity has a vahana. Vahana is an animal. So, and in our Rig Veda, Krishna said, Krishna also says that all life is equal. May it be a human, or may it be a bee, or may it be an ant, everything is equal. Mama, yes. So here we take care from frogs to mice to everything. So I have a whole, today you've seen as a wildlife rescue center. പ്രധാനമന്ത്രി ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയ ആശുപത്രി ചുറ്റി നടന്നു കണ്ടു. അനന്ത് അംബാനി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മൃഗങ്ങളെ സുഖപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യത്തോടെ അദ്ദേഹം ജീവസുറ്റതാക്കിയ ഈ ബൃഹത്തായ പദ്ധതിയുടെ ഉൾക്കാഴ്ചകൾ വിശദീകരിച്ചു. വൻതാരയെ ഒരു മുൻനിര സംരംഭമാക്കി മാറ്റിയ നൂതന രോഗനിർണയ സംവിധാനവും തീവ്ര പരിചരണ വിഭാഗത്തിലെ സൗകര്യവും പ്രധാനമന്ത്രി മോദി നേരിട്ട് കണ്ടു. കുഞ്ഞു ചിമ്പാൻസികൾ മുതൽ ഉരകങ്ങൾ വരെയുള്ള എല്ലാ ജീവികളുടെയും ആരോഗ്യം ഉറപ്പാക്കാൻ തീവ്ര പരിചരണ വിഭാഗങ്ങൾ സഹായിക്കുന്നു. മൃഗത്തിന്റെ അസുഖം തിരിച്ചറിയാൻ MRI, CT സ്കാൻ സെന്ററുകളിൽ എക്സ്ട്രാ പവർ. ഇനി ഈ ദിവസം നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒറ്റനോട്ടത്തിൽ കാണാം. ഇന്ന് ഇത് സംഭവിക്കും. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഇന്ന് PB അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. സമ്മേളന നഗരിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പതാക ഉയർത്തും. ഉദ്ഘാടന സെഷന് ശേഷം MV ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും.
വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പാങ്ങോട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പാങ്ങോട് പോലീസ് നൽകുക. കസ്റ്റഡി ലഭിച്ചാൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കും. ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള അനിശ്ചിതകാല രാപ്പകൽ സമരം ഇന്ന് 25ാം ദിവസം. ഓണറേറിയം വർദ്ധിപ്പിക്കുക അടക്കമുള്ള ആവശ്യങ്ങൾ നടപ്പാകും വരെ സമരം തുടരാൻ ആശാപ്രവർത്തകരുടെ തീരുമാനം. പ്രധാനമന്ത്രി ഇന്ന് ഉത്തരാഖണ്ഡിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഗംഗാനദിയിൽ പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടത്തും. നാസയുടെ പരീക്ഷണ ഉപകരണങ്ങളുമായി അഥീന ലാൻഡർ ഇന്ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങും. കഴിഞ്ഞ ദിവസം പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയിരുന്നു. ഇൻറ്റ്യൂസീവ് മെഷീൻ രൂപകൽപ്പന ചെയ്ത പേടകം ഫെബ്രുവരി 27-നാണ് വിക്ഷേപിച്ചത്. ഏറ്റുമാനൂരിൽ 7:30 പൊന്നാന ദർശനം ഇന്ന്. ക്ഷേത്രത്തിനുള്ളിൽ ആസ്ഥാന മണ്ഡപത്തിൽ ഇന്ന് രാത്രി 12-നാണ് 7:30 പൊന്നാന ദർശനവും വലിയ കാണിക്കയും. ആറാട്ട് ദിവസമായ 8 വരെ ഭക്തർക്ക് 7:30 പൊന്നാന കാണാം. കലാഭവൻ മണിയുടെ 9ാം ചരമവാർഷികമാണ് ഇന്ന്. തൃശൂരിൽ സർക്കാർ പ്രഖ്യാപിച്ച സ്മാരകം നടപ്പാക്കാത്തതിൽ കോൺഗ്രസ് പ്രതിഷേധത്തിലാണ്. 8 കൊല്ലം മുൻപാണ് ഫോക്ലോർ സ്മാരക മന്ദിരം സർക്കാർ പ്രഖ്യാപിച്ചത്. ഇനി സ്പെഷ്യൽ ഡേ വിഷസ് ആണ്. വളരെ സ്പെഷ്യലായ ചിലർക്കുള്ള ആശംസകളാണ്. ആദ്യം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക ഐഷത്തുൽ ഷംനയുടെ ജന്മദിനമായിരുന്നു. ഷംന ഇന്നലെ അത് ഒളിച്ചു വെച്ചു. പക്ഷേ ഞങ്ങൾ കുറച്ച് വൈകിയാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഇന്നലെ വിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളുടെയൊക്കെ വളരെ വളരെ പ്രിയപ്പെട്ട ഷംനയ്ക്ക് എല്ലാവിധ ആശംസകളും. ഒരിച്ചിരി ബിലേറ്റഡ് ആയിട്ട് ഷംന ഹാപ്പി ബർത്ത്ഡേ. കണ്ണൂർ മൊറാഴയിലെ സംവേദിന്റെ 11ാം പിറന്നാളാണ്. മൊറാഴ CHKMS UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആശംസകൾ നേരുന്നത് ചേച്ചി സാന്ത്വന, അമ്മ നളിനി, ശ്രീനന്ദ, അന്വയ എല്ലാവരും ആശംസ നേരുന്നുണ്ട്. ഒപ്പം സംവേദിന് ഞങ്ങളുടെ ന്യൂസ് 18 ടീമിന്റെ മുഴുവൻ ആശംസകൾ. നിങ്ങളുടെ ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ഇതുപോലെ നമുക്ക് സ്ക്രീനിലൂടെ ഒന്നിച്ച് പിറന്നാളോ വിവാഹ വാർഷികമോ ഒക്കെ ആഘോഷിക്കാം. അതിനെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ. സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഫോൺ നമ്പർ. ഇനി നമ്മൾ പോകുന്നു ജാഗ്രതയിലേക്ക്. ഇന്നലെ രാത്രി വൈകി വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അത് UAEയിൽ 2 മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കിയെന്നതാണ്. മുഹമ്മദ് റിനാഷ് A, മുരളീധരൻ PV എന്നിവരുടെ വധശിക്ഷയാണ് ഇന്നലെ UAE നടപ്പാക്കിയത്. ശിക്ഷ നടപ്പാക്കിയ വിവരം വിദേശകാര്യ മന്ത്രാലയത്തെ UAE അറിയിച്ചു. ഇരുവർക്കുമെതിരെ കൊലക്കുറ്റമായിരുന്നു ചുമത്തിയിരുന്നത്. ഇന്ത്യൻ പൗരനെ വധിച്ചതിനാണ് മുരളീധരൻ വിചാരണ നേരിട്ടത്. സാധ്യമായ എല്ലാ നിയമസഹായവും നൽകിയിരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കുടുംബാംഗങ്ങൾക്ക് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള സൗകര്യമൊരുക്കും. നമ്മളെയൊക്കെ കഴിഞ്ഞ ദിവസം ഏറെ വിഷമിപ്പിച്ചൊരു വാർത്തയായിരുന്നു. ഒരു അമ്മ 2 പെൺമക്കളെയും കൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരുപാട് വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഷൈനിയുടെ ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വരികയാണ്. മരിക്കുന്നതിന് മുൻപ് ഷൈനി സുഹൃത്തിനയച്ച സന്ദേശമാണ്. അതിൽ കടുത്ത മാനസിക സമ്മർദ്ദമാണ് അനുഭവിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ജോലി ലഭിക്കാത്തത്, ഡിവോഴ്സ് അനുവദിക്കാത്തത്, ഇതൊക്കെ വലിയ രീതിയിൽ ഷൈനിയെ അസ്വസ്ഥയാക്കിയിരിക്കുന്നു എന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഊട്ടിയിലാണോ? എടി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടി, നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതും അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ? എടി, ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാൾ 1 വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാൽ വെച്ചാൽ ഈ അമേരിക്കയുടെ NCLEX എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ 1 വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ.
അന്ന് ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഏഷ്യക്കാരുടെ വല്ലതും ഒരു വർഷം വെച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ ഇടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വല്ലതും വന്നിട്ടുണ്ടോ? പിന്നെ വേറെ എന്നാ വിശേഷം? ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു, അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇട്ടിരുന്നു. ഏപ്രിൽ 9 അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് വരാനുള്ള പൈസ അയക്കി വെക്കാമോ? എന്താ ചെയ്താന്നറിയത്തില്ല. ഏതായാലും നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ ഇത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഷൈനി സുഹൃത്തിനയച്ച സന്ദേശമാണിത്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, നാട്ടിൽ ഒരു ജോലിയും കിട്ടാതെ പല തരത്തിൽ അന്വേഷിച്ചു, ജോലി കിട്ടുന്നില്ല. വിവാഹമോചനത്തിന് 4 തവണ നോട്ടീസ് അയച്ചിട്ടും കൈപ്പറ്റുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ ഒരു വഴിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കടുങ്കൈയിലേക്ക് ഷൈനി പോയത് എന്നത് ഈ ശബ്ദത്തിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? തീർച്ചയായും ഷൈനി ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തുന്നു, പക്ഷെ അത് പരാജയപ്പെടുന്നു. പക്ഷേ ആ സമയത്ത് കുട്ടികളെയും കൂട്ടി ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് മാത്രം എടുത്താൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക. ഈ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റേതെങ്കിലും കൂടുതൽ ഭർത്താവിനെതിരെയുള്ള വെളിപ്പെടുത്തലുകളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായുള്ള വിവരം ഇപ്പോഴില്ല. ഇതിൽ പറയുന്നത് ഒരുപക്ഷെ ഭർത്താവിനെതിരെ പറയുന്നതിനപ്പുറത്തേക്ക് ഷൈനി അനുഭവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമം പരാജയപ്പെടുന്നതിന്റെ സൂചനകളാണുള്ളത്. പ്രത്യേകിച്ച് 9 മാസം മുൻപാണ് തൊടുപുഴയിലെ ചുങ്കത്തെ ഭർതൃഗൃഹത്തിൽ നിന്ന് ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് ഷൈനി മക്കളുമായി എത്തുന്നത്. അവിടെ പഠിപ്പിക്കാൻ നിർത്തുന്നു. പക്ഷെ ഷൈനിക്ക് സ്വന്തമായൊരു ജോലി ഉണ്ടാകുക എന്നുള്ളത് തുടർ ജീവിതത്തിൽ ആവശ്യമായിരുന്നു. കഴിഞ്ഞ 9 മാസവും പല ശ്രമങ്ങൾ നടത്തുന്നു. പലപ്പോഴും ഇല്ലാത്തത് മുൻ പരിചയമില്ലാത്തത് കാരണം ജോലി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പോലുള്ള സൂചനകൾ വരുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ ഉള്ള ശ്രമങ്ങൾ, അതിനും പല തടസ്സങ്ങളും ഉണ്ടാകുന്നു. ഇതെല്ലാമാണ് ഷൈനി ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും മാനസികമായി എത്രത്തോളം സംഘർഷം അനുഭവിച്ചിരുന്നു എന്ന ചോദ്യം എന്നതിന് ഉത്തരമാണ് കൂടിയാണ് ഈ ഒരു ശബ്ദ സന്ദേശം എന്ന് തന്നെ പറയേണ്ടി വരും. ഭർത്താവ് ഒരു തരത്തിലും ഡിവോഴ്സിന് എന്ന് വെച്ചാൽ ഈ ഡിവോഴ്സായി കഴിയാനുള്ള സാഹചര്യം പോലും ഒരുക്കുന്നില്ല എന്നതും വ്യക്തമാണ്. എന്തായാലും ഇന്നലെയാണ് ഭർത്താവ് നിബുവിനെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. 9 മാസമായി മാറി താമസിക്കുമ്പോഴും പിന്നെയും ഈ ഒരു മാനസിക സമ്മർദ്ദം നിന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന നിലയിലേക്ക് ആ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഷൈനി മാനസികമായി പരിപൂർണമായും തകർന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ദേഹോപദ്രവവും മറ്റും ഉണ്ടായിട്ടുണ്ട് മുൻപ്. അതിനെ തുടർന്നാണ് ഷൈനി വീട് വിട്ട് പോരുന്നത് എന്നുള്ളതാണ് ബന്ധുക്കൾ ഒക്കെ അറിയിക്കുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവം, പ്രത്യേകിച്ച് 10-11 വയസ്സുള്ള 2 പെൺകുട്ടികളുമായി എത്തിയാണ് ഷൈനി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് ഒരുപക്ഷെ സമൂഹ മനസാക്ഷിയെ ആകെ വേദനിപ്പിച്ച ഒരു സംഭവമാക്കി ഇത് വരാനും കാരണം. ശ്രീജ, ആ ശബ്ദ സന്ദേശത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഒരു വഴിയും മുന്നിലില്ലാത്ത സാഹചര്യത്തിലാണ് ഷൈനി ഉണ്ടായിരുന്നത്. നാട്ടിൽ ജോലിയൊന്നും നോക്കിയിട്ട് കിട്ടുന്നില്ല. ആ തരത്തിൽ ഒരു മനസ്സുമടുത്ത അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയത് എന്ന് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാണ്. ഷൈനി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം. ഡ്യൂട്ടിയിലാണോ? എടി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടി, നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതും അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ? ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ NLSRന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ 1 വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഏഷ്യക്കാരുടെ വല്ലതും ഒരു വർഷം വെച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ
ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വിടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചിലവട്ടം വന്നിട്ടുണ്ടോ? പിന്നെ വേറെ എന്നാ വിശേഷം? അതിപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു, അതിനും പുള്ളി വന്നില്ല. പുള്ളിക്ക് നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇട്ടിരുന്നു, ഏപ്രിൽ 9 അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ചെറുതാനുള്ള പൈസ അയക്കുക കാണണം. എന്താ ചെയ്താന്നറിയത്തില്ല. അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഷൈനി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണ് കേട്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. അട്ടപ്പാടിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന അച്ഛനെ അടിച്ചു കൊലപ്പെടുത്തി. മക്കളായ രാജേഷ്, രഞ്ജിത്ത് എന്നിവർ ചേർന്ന് ഈശ്വരൻ എന്നയാളെയാണ് വടി കൊണ്ടടിച്ചു കൊന്നത്. ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് അട്ടപ്പാടി പാക്കുളത്ത് വൈകിട്ടോടെയാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. പാക്കുളത്ത് താമസിക്കുന്ന ഈശ്വരനെ മക്കൾ ക്രൂരമായി അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന ഈശ്വരൻ ചിലപ്പോൾ മനോനില വിട്ട് പെരുമാറാറുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ ബഹളം കേട്ട് അയൽവാസികൾ ഓടിയെത്തുമ്പോൾ രാജേഷ്, രഞ്ജിത്ത് എന്നിവർ ചേർന്ന് വടികൊണ്ട് അച്ഛനെ ക്രൂരമായി അടിക്കുന്നതാണ് കണ്ടത്. നാട്ടുകാർ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മക്കൾ അച്ഛനെ വടികൊണ്ട് മർദ്ദിക്കുന്നത് പതിവായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു. നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് വിവരം. ന്യൂസ് 18 പാലക്കാട്. KSRTC ബസ്സിൽ യാത്രക്കാരിയായ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ബാങ്ക് ജീവനക്കാരൻ അറസ്റ്റിൽ. ഇന്നലെ പാലക്കാട് കല്ലടിക്കോടായിരുന്നു സംഭവം. കേസിൽ HDFC ബാങ്ക് ഉദ്യോഗസ്ഥനായ കോഴിക്കോട് സ്വദേശി മുഹമ്മദ് അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് യുവതിക്ക് ദുരനുഭവമുണ്ടായത്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ബസ്സിലെ സീറ്റിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്ന യുവതിയുടെ അടുത്ത് അഷറഫ് വന്നിരുന്നു. അനുവാദം ചോദിച്ച് അടുത്തിരുന്ന ശേഷമാണ് അഷറഫ് യുവതിയോട് അതിക്രമം കാട്ടിയത്. യുവതി ബഹളം വച്ചതോടെ ബസ് ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് പ്രതിയെ തടഞ്ഞു വയ്ക്കുകയും ബസ് കല്ലടിക്കോട് സ്റ്റേഷനിൽ നിർത്തുകയും ചെയ്തു. പിന്നീട് പ്രതിയെ പോലീസിന് കൈമാറി. ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അഷറഫിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പരപ്പനങ്ങാടി HDFC ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് പിടിയിലായ അഷറഫ്. ഇയാൾക്കെതിരെ സമാനമായ കേസുകൾ വേറെ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി കുമളിയിൽ പെൺകുട്ടിയെ ലോഡ്ജ് മുറിയിലെത്തിച്ച് കൂട്ടബലാത്സംഗത്തിനിരയാക്കി. തുടർന്ന് പെൺകുട്ടിയുടെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തിയ അയൽവാസി പോലീസിന്റെ പിടിയിലായി. വണ്ടിപ്പെരിയാർ സ്വദേശി പ്രജിത്താണ് അറസ്റ്റിലായത്. ഇയാളുടെ കൂട്ടാളി കാർത്തിക് ഒളിവിലാണ്. വണ്ടിപ്പെരിയാർ അരണക്കൽ സ്വദേശിയായ യുവതി കുമളിയിൽ പഠനം നടത്തി വരികയായിരുന്നു. യുവതിയുടെ അയൽവാസിയായ പ്രജിത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെത്തി യുവതിയുടെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഇവരെ ബൈക്കിൽ കൊണ്ടുപോയി. വീട്ടിലേക്ക് വരുന്നതിന് പകരം യുവതിയെ റോസാപ്പൂ കണ്ടത്തിലെ ലോഡ്ജിലെത്തിച്ചു. ഈ സമയം മുറിയിൽ അരണക്കൽ സ്വദേശിയായ കാർത്തിക്കും ഉണ്ടായിരുന്നു. ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ എതിർത്ത പെൺകുട്ടിയെ അടിച്ച് പരിക്കേൽപ്പിച്ചു. തുടർന്ന് പ്രജിത്ത് പെൺകുട്ടിയെ ആദ്യം ശാരീരികമായി പീഡിപ്പിച്ചു. ഈ സമയം കൂട്ടാളിയായ കാർത്തിക് വീഡിയോ പകർത്തി. തുടർന്ന് ഇയാളും ശാരീരികമായി പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് പെൺകുട്ടിയും മാതാപിതാക്കളും പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രജിത്തിനെ മധുരയിൽ നിന്നും പിടികൂടി. കേസിലെ മറ്റൊരു പ്രതി കാർത്തിക് കർണാടകത്തിലേക്ക് കടന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇയാളെ പിടികൂടാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഏറെ ചർച്ചയായ വാളയാർ കേസിൽ പെൺകുട്ടികളുടെ അമ്മയെയും രണ്ടാനച്ഛനെയും പ്രതികളാക്കി CBI. ആകെയുള്ള 9 കേസുകളിൽ 6 എണ്ണത്തിലാണ് ഇവരെ പ്രതി ചേർത്തത്. വരുന്ന 25-ന് കോടതി കേസ് വീണ്ടും പരിഗണിക്കും.
വാളയാർ കേസിൽ നിർണായക നീക്കങ്ങളിലേക്കാണ് CBI കടക്കുന്നത്. മരിച്ച പെൺകുട്ടികളുടെ അമ്മയെയും ഇളയ പെൺകുട്ടിയുടെ അച്ഛനും മൂത്ത കുട്ടിയുടെ രണ്ടാനച്ഛനെയും 3 കേസുകളിൽ കൂടി പ്രതി ചേർക്കാനാണ് CBIയുടെ നീക്കം. വരുന്ന 25-ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കും. ആകെയുള്ള 9 കേസുകളിൽ 6 അമ്മയെയും അച്ഛനെയും പ്രതി ചേർത്തതായി കോടതിയെ CBI അറിയിച്ചു. വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്ന് CBI നേരത്തെ കണ്ടെത്തിയിരുന്നു. മക്കളുടെ മുന്നിൽ വെച്ച് 1-ാം പ്രതി അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും ഇളയ കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് അമ്മയുടെ അറിവോടെയാണെന്നും കൊച്ചി CBI കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. 13ഉം 9ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെ 52 ദിവസത്തിന്റെ ഇടവേളയിൽ വീട്ടിലെ ഒറ്റമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിലായിരുന്നു CBI അന്വേഷണം. അമ്മയും അച്ഛനും അറിഞ്ഞുകൊണ്ട് തന്നെ 2 മക്കളെയും പ്രതികൾക്ക് പീഡനത്തിന് ഇട്ടുകൊടുത്തെന്നാണ് CBIയുടെ കണ്ടെത്തൽ. മൂത്ത മകളുടെ മരണത്തിന് കാരണക്കാരൻ 1-ാം പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും ഇളയ മകളെയും ക്രൂരതയ്ക്ക് ഇട്ടുകൊടുത്തു. കുട്ടികളുടെ അവധി ദിവസങ്ങളിൽ 1-ാം പ്രതിയെ അമ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. മദ്യം വിളമ്പി മൂത്ത കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ സൗകര്യമൊരുക്കി നൽകിയെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നു. 2016 ഏപ്രിലിൽ മൂത്ത കുട്ടിയെ പ്രതി അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് ബലാത്സംഗം ചെയ്യുന്നത്. 2 ആഴ്ച കഴിഞ്ഞ് അച്ഛനും ഈ ഹീനകൃത്യം കണ്ടുനിന്നു. 11-കാരിയായ മൂത്ത കുട്ടി 2017 ജനുവരി 13-നും 9 വയസ്സുകാരിയായ ഇളയ കുഞ്ഞിനെ അതേ വർഷം മാർച്ച് 4-നുമാണ് സ്വന്തം വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കാസർഗോഡ് കാഞ്ഞങ്ങാട് സിനിമാ ടിക്കറ്റ് ബുക്കിംഗിൽ വൻ തട്ടിപ്പ്. ഓൺലൈനിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമാ തിയേറ്റർ കാലിയാക്കുകയും 1 ലക്ഷം രൂപ നഷ്ടം വരുത്തിയെന്നുമാണ് പരാതി. സംഭവത്തിൽ കാഞ്ഞങ്ങാട് VGM തിയേറ്റർ ഉടമ PK ഹരീഷിനെതിരെ ഹോസ്ദുർ പോലീസ് കേസെടുത്തു. രേഖാചിത്രം എന്ന സിനിമയുടെ 2 ഷോ മുടങ്ങിയതിനെ തുടർന്നാണ് കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്റർ ഉടമ രാജ്കുമാർ പരാതി നൽകിയത്. സീറ്റ് ബുക്ക് ചെയ്ത ശേഷം 9 മിനിറ്റിനുള്ളിലെ പണമടയ്ക്കേണ്ടതുള്ളൂ. 9-ാം മിനിറ്റിന് തൊട്ടു മുൻപ് ബുക്ക് ചെയ്ത മുഴുവൻ റദ്ദാക്കും. ഉടൻ വീണ്ടും ബുക്ക് ചെയ്യും. ഇങ്ങനെ ഓരോ 9 മിനിറ്റിലും സീറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നവർ ബുക്ക് മൈ ഷോ ആപ്ലിക്കേഷൻ തുറന്നാൽ എല്ലാ സീറ്റുകളും ബുക്ക് ചെയ്തതായി കാണും. തിയേറ്ററിലെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വിതരണം ചെയ്യാൻ നോക്കുമ്പോൾ 1 സീറ്റ് പോലും ബാക്കിയില്ലാതെ എല്ലാം ബുക്ക് ചെയ്തിരിക്കും. സിനിമ തുടങ്ങിയപ്പോൾ ഒരാൾ പോലും എത്തിയില്ല. ബുക്ക് മൈ ഷോ ആപ്പിൽ നോക്കിയപ്പോൾ മുഴുവൻ ടിക്കറ്റുകളും റദ്ദാക്കിയതായി കാണുകയും ചെയ്തു. മോർണിംഗ് ഷോയും മാറ്റിനിയുമാണ് മുടങ്ങിയത്. ആപ്ലിക്കേഷനിൽ സാങ്കേതിക തകരാർ സംഭവിച്ചതായിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. പിന്നീട് സംശയം ബലപ്പെട്ടതിനെ തുടർന്നാണ് രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയത്. മാർച്ച് 12-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം രേഖാചിത്രം എന്ന സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുമ്പോൾ രാവിലെ 8 മണി മുതൽ ബുക്കിംഗ് സൈറ്റ് ഫുള്ളായി കിടക്കുന്നതായി കണ്ടു. പിന്നീട് അത് ബ്ലോക്ക് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലായി. മനഃപൂർവ്വം സീറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ബുക്കിംഗ് ചെയ്യാതെ അത് ഉച്ചയ്ക്ക് ഒരു 1:30 വരെ ഈ പ്രവണത തുടർന്നു. ഞങ്ങൾ ബുക്ക് മൈ ഷോ ആപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതെന്ന് മനസ്സിലായി. ബുക്ക് മൈ ഷോൻ്റെ ഡാറ്റയും കേരള വിഷൻ്റെ IP ഒക്കെ എടുത്ത് അവസാനം ആളെ കണ്ടെത്തി. നിർഭാഗ്യവശാൽ അത് നമ്മുടെ സമീപത്തെ തിയേറ്ററിൻ്റെ ഉടമയുടെ മകനാണ്. പ്രകാരം ഒരേ ഇൻഡസ്ട്രിയിലെ ആളാണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നത്. പോലീസ് IT ആക്ട് 2000 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. സൈബർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായത്. ആപ്ലിക്കേഷനിലെ പണമടക്കുന്ന രീതിയിലെ ന്യൂനത മനസ്സിലാക്കിയാണ് തട്ടിപ്പ്. സംസ്ഥാനത്ത് സമാന രീതിയിൽ ഓൺലൈൻ സീറ്റ് ബുക്കിംഗ് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് സംശയം. ന്യൂസ് 18 കാസർഗോഡ്. ഇതോടെ രാവിലെയുടെ ഇന്നത്തെ സമയം പൂർണ്ണമാവുകയാണ്. ഇന്ന് വാർത്തകളെല്ലാം കേന്ദ്രീകരിക്കുക കൊല്ലത്തേക്കാണ്. ഇനിയുള്ള 2-3 ദിവസങ്ങളും അങ്ങനെ തന്നെയാണ്. CPM ഒരു വികസന നയരേഖ മുന്നോട്ട് വയ്ക്കുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെയാണ് അതിന്മേൽ നടക്കുന്ന ചർച്ചകൾ, അങ്ങനെ സജീവമായ വാർത്തകളെ കൊണ്ട് സജീവമായ ഒരു ദിവസത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് രാവിലെ പൂർണ്ണമാവുന്നു. വീണ്ടും നാളെ കാണാം.
മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്.